ഫിലിംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫിലിംസിൻ്റെ ഏതെങ്കിലും ഒരു രീതിയിൽ ഭാഗമാവണമെന്ന് എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ട്. ചിലപ്പോൾ എന്നെ ഇങ്ങോട്ട് വന്നിട്ട് അയ്യോ ബനാനെ ഭയങ്കര അടിപൊളി പാട്ടാ തൂക്കി. ഞാൻ ഫസ്റ്റ് പറയുന്നത് ഞാനല്ല കമ്പോസ് ചെയ്ത്, ഇത് അവരാണ് ചെയ്തത്. ഞാൻ ഇത് പറഞ്ഞിട്ടില്ല, പക്ഷേ ഐ കമ്പോസ് ദാറ്റ് സോങ് ഇൻ ഹിന്ദി. ശുക്ർ ഹൈ സഫർ ഹൈ ഘർ മേ ബഹ രഹാ യേ കഹ രഹാ ഹാ, അങ്ങനെയായിരുന്നു. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഡു വൺ ഫിലിം. പിന്നെ എന്തായാലും വേറെ എന്തൊക്കെയോ ചെയ്യാം ലോകത്ത്. ഇറ്റ്സ് ജസ്റ്റ് നോട്ട് മ്യൂസിക് അല്ലെങ്കിൽ ഫിലിംസ് അല്ല. അവിടെ എത്തണം, ഫസ്റ്റ് പടം എന്തായാലും മലയാളം ആയിരിക്കണം എന്നുണ്ടായിരുന്നു. ബിക്കോസ് ഐ ലവ് മലയാളം ഫിലിംസ് ആൻഡ് ഐ ടു സപ്പോർട്ട് വാട്ട് ഇസ് ദെയർ ഇൻ ദ സ്ക്രീൻ. ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് മ്യൂസിക് അല്ല സിനിമ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഫിലിം. എന്താ ഇമോഷൻ ആൾക്കാരിലേക്ക് എത്തണ്ടേ എന്ന് അതിൻ്റെ ഒരു മേജർ there's a power that music holds in it. പുള്ളി ഇത് കേട്ടിട്ടാണ് അങ്കിത് എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, ഞാനത് ചെയ്യട്ടെ. എന്താ വെച്ചാൽ ചെയ്യേ, നമുക്ക് പഞ്ച് ട്രിപ്പിൾ പഞ്ച് ഇത് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ സൈഡിൽ നോക്കിയിട്ട് ആ സീൻ സൂപ്പർ ഇന്ന് എഴുതുവോ. വെറുതെ ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി ഫ്രണ്ട്സ് ഉണ്ടാക്കാറില്ല. once you form that bond remains. മിസ്ഫിറ്റ്സിൽ ഇന്ന് നമ്മോടൊപ്പം അങ്കിത് മേനൻ. നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മൾ വാഴ 2-ൻ്റെ ഒരു സക്സസ് ആണ്. വാഴ 2-ൻ്റെ ആ ഒരു പാട്ടുകൾ തന്നെയാണ് ഇപ്പോഴും ചർച്ചയായിട്ട് നിൽക്കുന്നത്. പാട്ടുകളിലേക്കൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ അങ്കിത്തിൻ്റെ പേര് ഇപ്പോൾ കുറേ പടങ്ങളിൽ എഴുതി കാണിക്കുന്നത് മ്യൂസിക് സൂപ്പർവൈസർ എന്നൊരു ഡെസിഗ്നേഷൻ എന്നൊരു പേരിലാണ് എഴുതി കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഡെസിഗ്നേഷനിലേക്ക് വന്നതെന്ന് എനിക്കറിയണം. അത് പറഞ്ഞ് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. മ്യൂസിക് സൂപ്പർവിഷൻ തുടങ്ങിയത് വാഴ 1 സ്റ്റാർട്ട് ഓഫ് ഇറ്റ്. വാഴ വിപിൻ ഇനീഷ്യലി നറേറ്റ് ചെയ്യുമ്പോഴും അറൗണ്ട് അന്താക്ഷരിക്ക് മുമ്പ് ഞങ്ങൾ ആദ്യമായിട്ട് സംസാരിക്കുന്ന സ്റ്റോറി വാസ് വാഴ. അപ്പോൾ ആ സമയത്തും ദ കോൺസെപ്റ്റ് വാസ് ദെയർ. എടാ ഞാൻ കുറച്ച് പാട്ടുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും ഇറ്റ്സ് വെരി വേഗ്. അങ്ങനെ ഈ ഫോർമാറ്റ് തന്നെ ആയിരിക്കുമോ ഫിക്സ് അങ്ങനെയല്ല, പക്ഷെ ദിസ് ഐഡിയ ദിസ് ഇസ് ദെയർ. ഓക്കെ. പിന്നെ നമ്മൾ അന്താക്ഷരി ചെയ്തു, ജയ കഴിഞ്ഞു, വീണ്ടും എല്ലാം വാഴ കെയിം ബാക്ക് അഗൈൻ. അപ്പോൾ ആ സമയത്ത് ദിസ് ഐഡിയ അഗൈൻ കെയിം. ഈ വിപിൻ ഇസ് റൈറ്റിംഗ് ഇറ്റ്, ഹി വോണ്ട് സംബഡി ടു ഡയറക്റ്റ് ഇറ്റ്. ഓക്കെ. എല്ലാവരും പുതിയ ആൾക്കാർ വെച്ച് നമുക്ക് ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊരു കോൺസെപ്റ്റ്. ഐ വാസ് ഓൾ റെഡി ബിക്കോസ് എൻ്റെ കൂടെ ഉള്ളവർ they are waiting to make songs, they are just about to burst out, which I can also see. And then I like അതിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി കുറച്ച് കുറവാണ്. ഇൻ ദ സെൻസ് എനിക്ക് ഇരുന്നിട്ട് ഇങ്ങനെ വായിച്ചിട്ട് കമ്പോസ് ചെയ്യണ്ട. then I just have to figure out ഇത് നല്ലതാണോ ഇല്ലയോ എന്ന് മാത്രം, അല്ലെങ്കിൽ ഇത് പോകുന്ന റൂട്ട് കറക്റ്റ് ആണോ. you just have to direct it. അങ്ങനെ മനസ്സിലായി. അപ്പോൾ ഐ വാസ് ഓൾ ഇൻ. എനിക്ക് ഭയങ്കര എല്ലാ ദിവസവും നമ്മൾ തന്നെ ഇരുന്ന് കമ്പോസ് ചെയ്യുന്ന കാട്ടി ഇറ്റ്സ് ഫൺ ടു see people do their thing and just enjoy it as a listener or a viewer, and you have the authority to redirect it in some other sense also. It's fun. സ്നേഹത്തോടെ. അതെ, ഇതൊന്നും കുറച്ചിങ്ങനെ അപ്പോൾ ആ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഐ വാസ് ഇൻ ഫോർ ഇറ്റ്. അപ്പോൾ അപ്പോഴാണ് തുടങ്ങിയ വാഴ ഇസ് ദ ബിഗിനിങ് ഓഫ് ഇറ്റ്. അപ്പോൾ ഇത് ആസ് എ കോൺസെപ്റ്റ് വരണമെന്നും കൂടി എനിക്ക് ആഗ്രഹമുണ്ട്. സിൻസ് I was talking about it yesterday with somebody. I was saying ഇത് ഈവൻ ഇഫ് ഇത് പടത്തിൽ വർക്കൗട്ട് ആവുന്നില്ലെങ്കിലും, ചിലപ്പോൾ എല്ലാം പടത്തിൽ ഇങ്ങനെ വർക്കൗട്ട് ആവണമെന്നില്ല. സം ഫിലിം ഇസ് മെന്റ് ടു ബി ഡൺ ബൈ എ സിംഗിൾ പേഴ്സൺ, സം ഇറ്റ്. പക്ഷെ ഇതിൽ കുറേ പുതിയ പേര് വരും, കുറേ പുതിയ ഐഡിയാസ് വരും. ഇറ്റ്സ് നോട്ട് എ സിംഗിൾ നിങ്ങൾ മാത്രം ഇരുന്ന്, ബിക്കോസ് എനിവേസ് ഒറ്റയ്ക്ക് ഇരുന്ന് അല്ല സിനിമ ഉണ്ടാവുന്നത്, വാട്ട് ഐ ബിലീവ്. അപ്പോൾ ഇതിൽ ജസ്റ്റ് എ ന്യൂ എഡിഷൻ ടു ഇറ്റ്. കുറേ പേര് വന്നിട്ട് അവരുടെ ഐഡിയാസ് എന്തായാലും. ഇപ്പോൾ മ്യൂസിക് കമ്പോസർ ഞാൻ എൻ്റെ പേര് വെച്ചാലും there's a lot of team working behind me. മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും. കറക്റ്റ്. അവരുടെ പേര് വരുന്നില്ലെന്നേ ഉള്ളൂ ആ സമയത്ത്, പക്ഷേ there are a lot of people working behind. അപ്പോൾ ഇങ്ങനെ ഇറ്റ്സ് ജസ്റ്റ് യു ബ്രിങ്ങിങ് them forward and just enjoying the process. ഇപ്പോൾ നമ്മൾ ഈ A-team എന്നാണല്ലോ നിങ്ങളെല്ലാവരും കൂടി എന്നെ സ്നേഹത്തോടെ വിളിക്കുന്നത്. അപ്പോൾ A-team എന്ന് പറഞ്ഞ പോലെ നമ്മൾ കേട്ടിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ജാമേറ്റ് ഒക്കെയാണ്. പ്രീതം ദായുടെ ജാമേറ്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ജാമേറ്റിലും നമ്മൾ എല്ലാവരുടെയും പേരുകൾ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രീതം ദ ഫാൻസ് ദേഷ്യപ്പെടണ്ട. പക്ഷെ എല്ലാവരുടെയും ഓരോരുത്തരുടെയും പേര് നമ്മൾ കാണാറില്ല. പക്ഷേ A-teamലേക്ക് നോക്കുകയാണെങ്കിൽ A-teamൽ എല്ലാവരുടെയും പേരുകൾ കൃത്യമായിട്ട് കൊടുക്കണം, എന്തായാലും ഇവർക്ക് ക്രെഡിറ്റ് വരണം എന്നൊരു ഉറപ്പ് എപ്പോഴും അങ്കിത്ത്. എൻ്റെ ഒപ്പം നിൽക്കുന്നവരെപ്പോഴും ഇങ്ങനെ മുന്നോട്ട് വരണം എന്നൊരു വല്ലാത്ത വാശി ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ ഉണ്ടോ? അതന്നെ ശരി. ആക്ച്വലി
ഇത് എടുത്തു പറയേണ്ട കാര്യമേ ഇല്ല എന്ന് ഐ തിങ്ക്, ബിക്കോസ് ദിസ് ഇസ് ദ റൈറ്റ് വേ. നമ്മൾ വി അപ്രീഷിയേറ്റ് പീപ്പിൾ ഡൂയിങ് ഇറ്റ്, പക്ഷെ ദിസ് ഷുഡ് ബി ദ ലീസ്റ്റ് ദാറ്റ് സംബഡി ക്യാൻ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇസ് ദ റൈറ്റ് തിങ് ഇൻ ദ സെൻസ് ദേ ആർ. ഇപ്പം ആരുടെയും പാട്ടിൽ ഞാൻ ക്രെഡിറ്റ് എടുക്കാറില്ല. ചിലപ്പോൾ എന്നെ ഇങ്ങോട്ട് വന്നിട്ട് അയ്യോ ബനാനെ ഭയങ്കര അടിപൊളി പാട്ടാ തൂക്കി, ഞാൻ ഫസ്റ്റ് പറയുന്നത് ഞാനല്ല കമ്പോസ് ചെയ്ത്, ഇത് അവരാണ് ചെയ്തത്. പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് ഐ എം ദ മീഡിയം ത്രൂ വിച്ച് ദേ കെയിം, ഫ്യൂ ഓഫ് ദം. അപ്പോൾ ഇത് ഐ തിങ്ക് ദിസ് ഇസ് ദ റൈറ്റ് വേ. യു ഷുഡ് ഗിവ് ക്രെഡിറ്റ്, ബിക്കോസ് അതിനു വേണ്ടിയാണ് ഇപ്പോൾ ശമ്പളമായാലും ഇറ്റ്സ് മണി ഓർ ഇഫ് ഇറ്റ്സ് ഫെയിം, ഇതൊക്കെ ദിസ് മൈറ്റ് come and go, but your name, your creation sticks with the creator. അപ്പോൾ ആ ക്രിയേറ്ററിനെ ആ വില കൊടുക്കണം, ആ വാല്യൂ കൊടുക്കണം എന്ന് ഐ ട്രൂലി ബിലീവ് ഇറ്റ്. പിന്നെ എനിക്ക് ആ വാല്യൂ ആസ് എ ക്രിയേറ്റർ കിട്ടുകയോ ഇല്ല എന്നല്ല, പക്ഷേ ഇഫ് ഐ എം ഡൂയിങ് ദിസ് അറ്റ് സം പോയിന്റ് സംബഡി സീസ് ആൻഡ് ദേ റിയലൈസ് നോ ദിസ് ഇസ് ഹൗ ഇറ്റ്സ് ഡൺ. ആൻഡ് നൗ വി ആർ, ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ വി ആർ ഡൂയിങ് സച്ച് പ്രോജക്ട്സ്. ഇപ്പം ഞാനിത് ചെയ്യുമ്പോൾ മേ ബി നെക്സ്റ്റ് ടൈം സംബഡി നെക്സ്റ്റ് ലോട്ട് വരുമ്പോൾ maybe they do it also. So if we can make a change, we can make a change right now is what I feel. അതിലെ ഒരു ഗുഡ് ചേഞ്ചിൻ്റെ പാട്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. അടിപൊളി. അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ A team ഇപ്പോൾ ഉള്ള ആൾക്കാരും അല്ല, ഇനിയും ആളുകൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യും എന്തായാലും അല്ലേ? ഞാനിപ്പോഴേ ഇപ്പോൾ A teamൻ്റെ കാര്യം പറയുമ്പോഴും അങ്കിത്തിൻ്റെ ഒരു തുടക്കത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയുന്ന പാട്ട് ഗൗതമൻ്റെ രഥത്തിൽ ഉയരെ എന്നുള്ള പാട്ടാണെങ്കിലും എൻ്റെ പടത്തിലെ ഫേവറേറ്റ് പാട്ട് തീരാക്കഥയാണ്. അതേപോലെ പറഞ്ഞിട്ടുണ്ടോ ആളുകൾ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ എന്തോ ഒരാളെന്നെ സമാധാനിപ്പിക്കാൻ വരുന്ന പോലത്തെ ഒരു ഫീലും. അതിനകത്ത് ലാസ്റ്റ് പ്രീത മാമിൻ്റെ ഒരു എൻഡ് പോർഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ തന്നെ അമ്മ എന്നോട് ഒന്ന് സംസാരിക്കുന്ന പോലെയും എന്തോ സാന്ത്വനിപ്പിക്കുന്ന എന്തോ ഒരു ഭയങ്കര കംഫർട്ടിങ് ഫീലാണ് ആ പോർഷൻ കേൾക്കുമ്പോൾ. അപ്പോൾ മാമിൻ്റെ പോർഷൻ ഇല്ലാത്തൊരു വേർഷനുണ്ട്, മാമിൻ്റെ പോർഷൻ ഉള്ളൊരു വേർഷനുണ്ട്. അപ്പോൾ എന്തായിരിക്കും അങ്ങനെ ഒരു പോർഷൻ അതിൻ്റെ അകത്ത് കൊണ്ടുവരണം എന്നുള്ളൊരു ഐഡിയ ഒക്കെ, അതായത് ഒരു അമ്മയുടെ വോയിസ്. ഗൗതമന്റെ രഥത്തിൽ അമ്മുമ്മ ക്യാരക്ടർ ഭയങ്കര ഒരു മെയിൻ ക്യാരക്ടർ ആയിരുന്നു ആ പടത്തിൽ. ഭയങ്കര വൈബ്രന്റ്, ഭയങ്കര ഹോൾസം ക്യാരക്ടർ ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ സെയിം ഫീലിംഗ് ഞാൻ എൻ്റെ അമ്മുമ്മയായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കുമ്പോൾ ഐ വാണ്ടഡ് ടു ക്രിയേറ്റ് സംതിങ്, എ സോങ് ദാറ്റ് ഇഫ് യു ലിസൺ ടു ഇറ്റ് ഹഗ്സ് യു. ചെറുതായിട്ട് ആ ഫീലിംഗ് എന്തായാലും ഉണ്ടാവണം എന്നുണ്ട്. അപ്പോൾ കുറേ പേര്, ഞാൻ ഇത് പറഞ്ഞിട്ടില്ല, പക്ഷേ ഐ കമ്പോസ് ദാറ്റ് സോങ് ഇൻ ഹിന്ദി. ശുക്ർ ഹൈ സഫർ ഹൈ ഘർ മേ ബഹ രഹാ യേ കഹ രഹാ ഹാ, അങ്ങനെ ആയിരുന്നു. അത് പിന്നെ മലയാളം വിനായക് കേം ആൻഡ് ഹി റോട്ട് ഇറ്റ് ഡൗൺ ഇൻ മലയാളം ഇനീഷ്യലി, ബിക്കോസ് ഐ തോട്ട് ഇങ്ങനത്തെ ഒരു ഷോർട്ടർ വേർഡ് ത്രോസ് ഒരു പാട്ടിൽ മലയാളത്തിൽ ഇറ്റ്സ് ലോങ്കർ വേർഡ്സ്. അപ്പോൾ വിച്ച് ഇസ് ബ്രില്യൻറ്റ് ഫ്രം വിനായക് സൈഡ് ഓൾസോ ടു സെലക്ട് വേർഡ്സ്, ചെറിയ ചെറിയ വേർഡ്സ് ഇത് ഫിറ്റ് ചെയ്തിട്ട് എന്നാലും അത് അർത്ഥം ഉണ്ടാക്കിയിട്ട് വരണം. അപ്പോൾ ഇറ്റ് ഫീൽസ്. പിന്നെ ഈ പാട്ടിൻ്റെ എൻഡിലായിരുന്നു അമ്മുമ്മ പാസ് ഔട്ട് ആവുന്ന ഒരു സെഗ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അറ്റ് ദാറ്റ് പോർഷൻ ഈ ഫുൾ സോങ് തുടങ്ങുമ്പോൾ തന്നെ അത് എൻഡ് ആവുന്ന ഈ പോർഷനിലാണ് സ്ക്രിപ്റ്റ് അനുസരിച്ചും അവിടെ ആയിരുന്നു. അപ്പോൾ ആ ഫീൽ അവിടെ ഈ രീതിയിൽ ട്രാൻസ്ഫർ ആയി വരണം, അല്ലെങ്കിൽ ചെറുതായിട്ടൊരു we should feel a little emotional about oh shit, the character that we loved so much is no more there. But then Preetha ma'am, Anand Menonന്റെ ഡയറക്ടറുടെ അമ്മയാണ് പ്രീത മേനൻ. അപ്പോൾ ഇതിലൊരു ലേഡി പോർഷൻ വരണം എന്നുണ്ടായിരുന്നു. ഇവിടെ ഈ ട്യൂൺ വന്ന് മെലഡി വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസം ഉണ്ടാവും. ആനന്ദ് ആരെങ്കിലും എൻ്റെ അമ്മ പാടുമെന്ന് പറഞ്ഞു. ആണോ എന്നാൽ ഒന്ന് കേട്ട് നോക്കി. ദർ ആർട്ടിസ്റ്റ് നല്ലോണം പാടും, ആനന്ദും നല്ലോണം പാടും, നല്ലോണം കൊട്ടും. അപ്പോൾ ഓക്കെ എന്നാൽ എന്തായാലും കേട്ട് നോക്കാം. കേട്ടപ്പോൾ ഭയങ്കര അടിപൊളി നൈസ് വോയിസ്. അപ്പോൾ പിന്നെ ആ വോയിസ് യൂസ് ചെയ്യാം. ഇത് ഈ എഡിഷൻ, ഈ വോയിസിൻ്റെ എഡിഷൻ ഭയങ്കര ലാസ്റ്റ് എൻഡിലായിരുന്നു നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് ഇനീഷ്യൽ പ്ലാനിൽ വോയിസ് ഇല്ലായിരുന്നു, പക്ഷെ സിനിമ ഇങ്ങനെ കണ്ടു വരുമ്പോൾ ഇവിടെ രസം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വെച്ച. അതുകൊണ്ട് ദർ ആർ 2 വേർഷൻസ് ഓഫ് ഇറ്റ്. സ്പെസിഫിക്കലി ആദ്യം ഇതാണ് ക്രിയേറ്റ് ചെയ്തത് ഇല്ലാത്തത്, പിന്നെ അത് വെച്ചപ്പോൾ ഭയങ്കര രസമുണ്ടെന്ന് തോന്നി. ലിറിക്കലി ഓൾസോ ഇറ്റ് വാസ് നൈസ്. നമ്മളെ ഇപ്പോൾ ഗൗതമൻ്റെ രഥവും ഉയരെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാണ്. മെലഡിയാണ് സാറേ അങ്കിത്തിൻ്റെ മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് വ്യൂസ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സ്പോട്ടിഫൈയിലേക്ക് നമ്മൾ സ്ട്രീമൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും മറ്റ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലെ സ്ട്രീംസ് നോക്കിയിട്ടുണ്ടെങ്കിലും അങ്കിത്ത് ചെയ്യുന്ന അടിപൊളി പാട്ടുകൾക്ക് നല്ല സ്ട്രീമുണ്ട്, പക്ഷേ ഒരു പൊടിക്ക് കൂടുതൽ മെലഡിക്കും ഉണ്ട്, നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്.
അപ്പോൾ ഞാനങ്ങനെ പറഞ്ഞാൽ അങ്കിത്ത് മെലഡിയാണ് സാർ അങ്കിത്തിന്റെ മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിത്ത് എന്ത് പറയും? തെറ്റാണെന്ന് പറയാം. അല്ല, ഞാനിപ്പോൾ ഐ എം സ്റ്റിൽ ന്യൂ ടു ഫിൽംസ് ആൻഡ് ഐ സീ ഇപ്പോൾ കുറേ there are people around us who are in this industry for 40 years, 50 years. It's every year, every film is challenging in the sense it determines your worth, your value. It determines what change you're bringing in society, how you're dealing. Kore sambhagalundu with one film. So people who have sustained in this industry for 40, 50 years, there's this respect ki to entertain people for 40 years with just your ideas. It's an amazing thing. It's, you cannot simply put it into words and describe it. അതുകൊണ്ട് ഐ തിങ്ക് ഐ എം വെരി ന്യൂ റൈറ്റ് നൗ. ഐ ഹവ് ഡൺ ഫ്യൂ ഫിലിംസ്. കുറച്ച് 4-5 വർഷമായിട്ടുള്ളൂ. വരുന്ന പ്രൊജക്ട്സിൽ അല്ലെങ്കിൽ ചെയ്യുന്ന പരിപാടി ഇനി ഐ തിങ്ക് ദർ ഇസ് മോർ ഓഫ് മീ ടു കം. ആൻഡ് ദെൻ ഉള്ള പ്രൊജക്ട്സിൽ അതിന് എന്തായിരുന്നു ആവശ്യം എന്ന് മാത്രമാണ് ഞാൻ ഇതുവരെ ചെയ്തത്. അപ്പോൾ ദിസ് ഇപ്പോൾ ഞാൻ എവിടെയോ ചോദിച്ചപ്പോൾ ഏതാ ഇപ്പോൾ മെലഡിയുടെ കാര്യം എന്തായിരിക്കും കൂടുതൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ മാസ് പടം ചെയ്തിട്ടില്ല ഇൻ ദ സെൻസ് ആക്ഷൻ ത്രില്ലർ. മേ ബി ഐ വിൽ ഡു ദാറ്റ് ദ ബെസ്റ്റ് ബിക്കോസ് ഓവർ ദ ടൈം ഐ തിങ്ക് എവറിബഡി വി ആർ ലേർണിംഗ് വിത്ത് എവറി ഫിലിം. വി ആർ ലേർണിംഗ് ഓവർ ദ ടൈം ആൻഡ് വി ആർ ഗെറ്റിംഗ് ബെറ്റർ അറ്റ് അവർ ജോബ് വിത്ത് ദ amount of time we are spending for it. അപ്പോൾ അതുകൊണ്ട് ഐ തിങ്ക് ഒന്നും പറയാറായിട്ടില്ല. അപ്പോൾ ഹിന്ദിയിൽ പറയാം പിക്ചർ അഭി ബാക്കി പഞ്ച് ഡയലോഗ് അടിച്ച് അവസാനിപ്പിക്കണമെന്നല്ലേ. അപ്പോൾ ഞാൻ നേരെ വീണ്ടും നമ്മൾ ഗൗതമൻ്റെ രഥത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഉയരെ എന്നുള്ള പാട്ട് ഭയങ്കര ട്രെൻഡായിരുന്നു. അതായത് സിദ് ശ്രീറാം മലയാളത്തിൽ അങ്ങനെ പാടാത്തൊരു ടൈമിൽ സിദ് ശ്രീറാമിനെ നമ്മൾ ഓൺ ബോർഡ് ചെയ്ത് നമ്മൾ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സീനാണ്. അപ്പോൾ എൻ്റെയൊക്കെ ഒരു പേഴ്സണൽ സന്തോഷം പറഞ്ഞിട്ടില്ല. നമ്മൾ അത്രയും നാൾ തമിഴിലും തെലുഗുവിലും ഒക്കെ മാത്രം കേട്ടുള്ളൊരു ശബ്ദം ഗൗതമൻ്റെ രഥമൊക്കെ വരുമ്പോഴത്തേക്കാണ് എടാ സിദ് ശ്രീറാം ഉണ്ടോ എടാ, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു നമുക്ക്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തെ ഓൺ ബോർഡ് ചെയ്തത്? അതായത് ആ പാട്ട് ട്യൂൺ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരുടെ ഒരു കോൺവെർസേഷൻ ഉണ്ടാവും. ഇപ്പോൾ ആനന്ദും അങ്കിത്തും തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ സിദ് ശ്രീറാമിനെ ഓൺ ബോർഡ് ചെയ്തത് എങ്ങനെയായിരുന്നു? ഉയരെ ഞാൻ ആദ്യം കമ്പോസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ സിഡ് പാടുന്ന ഉണ്ടായിരുന്നു. പക്ഷെ ഗൗതമൻ്റെ രഥം ഞാൻ ചെയ്ത ആദ്യത്തെ പടമാണ്. അപ്പോൾ ഇനി സിദ് ശ്രീറാം നമ്മൾ റിക്വസ്റ്റാണ് ചെയ്യുന്നത്, എടാ സിദ് ശ്രീറാം പാടിയാൽ എങ്ങനെ? ഓക്കെ ആൻഡ് ഐ സെഡ് ദിസ് ടു നീരജ് ഓൾസോ. നീരജ് ഞാൻ പറഞ്ഞു ബ്രോ എനിക്ക് സിദ് ശ്രീറാം പാടിയാൽ കൊള്ളാവുന്നുണ്ട്, പക്ഷെ ഹൗ ടു അപ്രോച്ച്, ഹൗ ടു ഡു ഇത് എന്തിൻ്റെ പ്രോസസ്സ് എന്താ അതൊക്കെ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ ആ സമയത്ത്. പിന്നെ ബിക്കോസ് ഇത് രസം ഉണ്ടാവുന്ന അവർക്കും തോന്നിയപ്പോൾ we ended up planning ways to connect with him, and then I sent the song, then he heard it and he loved it. I'll definitely sing it. And then because he was traveling back then, I think Chennai, US ഒക്കെ travel ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. So then he came and he sang that song, and as soon as he started humming in the studio recording, I was like, oh yo, see അടിപൊളി. Because നമ്മൾ as an audience we would love to see him like on a stadium with 50,000 people, will Sid Sriram singing a song, and then you have Sid Sriram right next to you singing just for you. It's like ഇത് ബിക്കോസ് റിലീസ് ആവുന്നവരെ അത് നമ്മളുടെ പാട്ടല്ലേ, അപ്പോൾ നമുക്ക് മാത്രം എന്ത് വെച്ചാൽ ചെയ്യാം അതിൽ. അപ്പോൾ ഹി സിംഗിങ് റൈറ്റ് ദർ ആൻഡ് മീ ആസ് എ ഫാൻ ബോയ് ഐം ലൈക്ക് വാവ് ദ സെയിം മെലഡി. ആൻഡ് പാടിയപ്പോൾ തന്നെ ഐ തോട്ട് ഇഫ് ഇത് ആൾക്കാർ കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അത് ഐ ലവ് ഇറ്റ്. എന്തായാലും പക്ഷേ ആ പാട്ട് അങ്കിത്തിന് തന്നൊരു മൈലേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വലുതാണ്. അതായത് അങ്കിത് മേനൻ എന്നുള്ള പേര് രജിസ്റ്റർ ചെയ്തതിൽ ഗൗതമൻ രഥം ഭയങ്കര വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, നിങ്ങളുടെ തമ്മിലുള്ള ഒരു സൗഹൃദം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആനന്ദ് മേനൻ, അങ്കിത് മേനൻ. ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു, നിതീഷ് സേവദിന് മാഗ്നീറ്റോ എന്ന് പറഞ്ഞു, ഫാലിമിയുടെ ഡയറക്ടർ നിതീഷിൻ്റെ ഷോർട്ട് ഫിലിം മാഗ്നീറ്റോ. അതിൽ അഭിനയിച്ച ആനന്ദ് മേനനായിരുന്നു മെയിൻ ക്യാരക്ടർ. സ്റ്റിൽ ദെയർ ഓൺ യൂട്യൂബ് ഐ തിങ്ക്. അപ്പോൾ പിന്നെ ആനന്ദ് wanted to direct any which ways. He was pitching his stories everywhere. അപ്പോൾ it finally got the project got on, and then he's like അങ്കിലൊക്കെ നമുക്ക് ഞാൻ ഒരു പടം ചെയ്യുന്നുണ്ട്, ചെയ്യാൻ ആഗ്രഹമുണ്ടോ? എന്നാലും എന്തായാലും ഞാൻ പടം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവിടെ, I want to do it. അപ്പോൾ ഇറ്റ്സ് എ വെരി പേഴ്സണൽ, എനിക്ക് വേണ്ടി ഭയങ്കര പേഴ്സണൽ പ്രൊജക്റ്റും കൂടിയാണ് അത്. ഇറ്റ്സ് മൈ ഫസ്റ്റ് പ്രൊജക്റ്റ്. അപ്പോൾ ഒരു സിനിമ മാത്രം ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. മൈ ഡ്രീം വാസ് ടു ഡു വൺ മലയാളം ഫിലിം ഐ വാണ്ട് ടു ഡു. അപ്പോൾ ആ ഡ്രീം കംപ്ലീഷൻ ഇസ് ഗൗതമൻ്റെ രഥം. അത് കഴിഞ്ഞ് നൗ ഐ എം ജസ്റ്റ് എൻജോയിങ് ദ, ഇനി എന്തായാലും ചാടി കഴിഞ്ഞു വെള്ളത്തിൽ, നൗ ജസ്റ്റ് എൻജോയ് ദ വാട്ടർസ്.
നമ്മുടെ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഇപ്പൊ കിട്ടുന്നെല്ലാം ബോണസ് ആണെന്നല്ലേ? അതെ, ഇനി അല്ല, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒറ്റ പടം ചെയ്ത് കഴിഞ്ഞിട്ടേ, അതായത് മലയാളത്തിൽ ഒരു പടം ചെയ്താൽ മാത്രം ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു പ്ലാൻ? ഐ മീൻ ബോളിവുഡ് ആയിരുന്നോ? അല്ലല്ല, അങ്ങനെ പ്ലാൻ ഒന്നുമില്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഡു വൺ ഫിലിം. പിന്നെ എന്തായാലും വേറെ എന്തൊക്കെയോ ചെയ്യാം ലോകത്ത്. ഇറ്റ്സ് ജസ്റ്റ് നോട്ട് മ്യൂസിക് അല്ലെങ്കിൽ ഫിലിംസ് അല്ല. ഫിലിംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫിലിംസിൻ്റെ ഏതെങ്കിലും ഒരു രീതിയിൽ ഭാഗമാവണമെന്ന് എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ട്. ഇപ്പോൾ മ്യൂസിക് കമ്പോസറായിട്ടാണോ, സൂപ്പർവൈസറായിട്ടാണോ, ഇപ്പോൾ കോ പ്രൊഡ്യൂസറോ ഡയറക്ടറോ അറ്റ് സം പോയിന്റ്. അപ്പോൾ ഫിലിംസിൻ്റെ ഭാഗം ആവണം എന്നുണ്ട്. പിന്നെ ഐ ഡോണ്ട് തിങ്ക് ഐ റെസ്ട്രിക്ട് മൈ സെൽഫ് ടു ജസ്റ്റ് ഇപ്പം ഐ എം എൻജോയിങ് മ്യൂസിക് മേക്കിംഗ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ഫോർ എവർ എൻജോയ് ഫിലിംസ് ഫോർ ഷുവർ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ ഫസ്റ്റ് ബിക്കോസ് അത് എത്താൻ പാടല്ലേ സിനിമകളിൽ, ബിക്കോസ് ദർ ഇസ് നോ സെറ്റ്. ഇപ്പോൾ IAS ആവണമെങ്കിൽ അറിയാം, ഈ എക്സാം കൊടുത്താൽ IAS ആവാം. ദർ ഇസ് പാറ്റേൺ ടു എവറി അതർ പ്രൊഫഷൻ. പക്ഷെ സിനിമയിൽ ദർ ഇസ് നോ പാറ്റേൺ. അത് എങ്ങനെ എത്തിപ്പെടുന്ന പാറ്റേൺ ഇല്ല. ഹൗ ടു സസ്റ്റെയിൻ ഇസ് എ ഡിഫറെൻറ്റ് ബോൾ ഗെയിം ടുഗെദർ. ബട്ട് അതുകൊണ്ട് പിന്നെ സിനിമയിൽ അങ്ങനെ വീട്ടിൽ ആരും ഇല്ല എന്നുവെച്ചാൽ ഇൻ മൈ ലാർജർ ഫാമിലി ഓൾസോ ദർ ഇസ് നോബഡി ഇൻ ഫിലിംസ്. അപ്പോൾ അവിടെ എത്തണം. ഫസ്റ്റ് പടം എന്തായാലും മലയാളം ആയിരിക്കണം എന്നുണ്ടായിരുന്നു. ബിക്കോസ് ഐ ലവ് മലയാളം ഫിലിംസ്. ആൻഡ് ജനിച്ചു വളർന്ന നോർത്തിലാണെങ്കിലും ഐ റെസൊനേറ്റഡ് വിത്ത് വാട്ട് പീപ്പിൾ വെർ തിങ്കിങ് ഹിയർ ആൻഡ് ഹൗ പീപ്പിൾ വെർ തിങ്കിങ് ഹിയർ. അപ്പോൾ എങ്ങനെയെങ്കിലും ഫസ്റ്റ് സിനിമ മലയാളം ചെയ്തിട്ട്, പിന്നെ പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു ഇത് ചെയ്തിട്ട് എന്താവുമെന്ന് അറിയില്ല. ഇപ്പോൾ പ്ലാൻ അത് കഴിഞ്ഞ് യു ആർ മീറ്റിംഗ് ന്യൂ പീപ്പിൾ. ഇപ്പോൾ വാഴ 2 ഫൈനലി. ദിസ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് പ്ലാൻ. ഇപ്പോൾ ഭോപ്പാലിൽ അങ്കിത്തിൻ്റെ ഓരോ ഹിറ്റ് അടിക്കുമ്പോഴും, ഓരോ പാട്ട് ഹിറ്റാകുമ്പോഴും കൊച്ചി ചെയ്ത് കലക്കി എന്ന് ഭയങ്കരമായി സന്തോഷിക്കുന്ന ഒരു അച്ഛനമ്മയുണ്ട് ഭോപ്പാലിൽ. അപ്പോൾ എങ്ങനെയായിരുന്നു, അതായത് ഇപ്പോൾ റെസണേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞില്ലേ, ഇവർ രണ്ടുപേരുടെ എങ്ങനെയായിരുന്നു അങ്കിത്തിനെ ഒരു നാടിൻ്റെ ഒരുപാട് ദൂരത്ത് കിടക്കുന്ന ഒരു വളർന്നു വരുന്നൊരു കുട്ടിയെ എങ്ങനെയായിരുന്നു മലയാള സിനിമയിലേക്ക് അടുപ്പിക്കാനായിട്ട് അവരെന്തായിരുന്നു നടത്തിക്കൊണ്ട് വെച്ച പ്രാക്ടീസ്? അല്ല, പ്രാക്ടീസ് അല്ല, അച്ഛൻ കുറേ സിനിമകൾ കാണും, പിന്നെ പാട്ടുകൾ കേൾക്കുന്ന ഭയങ്കര ഇഷ്ടം. അപ്പോൾ വീട്ടിൽ കയറി വരുമ്പോൾ മലയാളം പാട്ടുകളും മലയാളം സിനിമ ആയിരിക്കും. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ നമ്മൾ ഹിന്ദി പാട്ട്, ഇംഗ്ലീഷും, അത് ജോണർ ഷിഫ്റ്റ്. ആ എക്സ്പോഷർ ടു ഫിലിംസ്, എക്സ്പോഷർ ടു മലയാളം മ്യൂസിക്. പിന്നെ അച്ഛൻ കുറേ പഴയ കഥകളൊക്കെ പറഞ്ഞു തരും. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ലിറിക്സ് റൈറ്റർ അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ ഡയറക്ടേഴ്സ് ഉണ്ട്, അവരുടെ ജോണേഴ്സ് ഓഫ് സിനിമ, അവരുടെ റൂട്ട്. കുറേ പടങ്ങൾ അച്ഛന് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്ന പടങ്ങൾ ചിലപ്പോൾ എൻഡിങ് ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ഈ പടത്തിൻ്റെ എൻഡിങ് ഞാൻ കാണാനേ പറ്റില്ല, അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ദെൻ യു ഫീൽ ചെയ്ത പടം അച്ഛൻ ഒന്ന് വെച്ചുതരുമോ? ഓക്കെ, ദെൻ അത് ദേവേർ ഇത് ബൈ സൈഡ് ദേവർ ഗിവിങ് what content they liked, and those were good content, I would say. So I was exposed to good cinemas and good music, good people. കണ്ട് നേരെ പരിചയമില്ലെങ്കിലും പക്ഷേ യു ആർ ബീങ് ടോൾഡ് ഓർ ബീങ് സെർവ്ഡ് ആൻഡ് ദെൻ യു ലൈക്ക്. ഐ ലൈക്ക് വാട്ട് ഐ വാസ് സെർവ്ഡ്. ഇനിയിപ്പോഴേ ആ ഒരു മ്യൂസിക് ജേണി, ഇപ്പോൾ ഗൗതമൻ്റെ രഥം മുതൽ തുടങ്ങിയ ജേണി ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വാഴ 3 വരെ നമുക്കിങ്ങനെ, അല്ലെങ്കിൽ വാഴ 2 വരെ നമുക്ക് പറയാം. ഈ ജേണിയെക്കുറിച്ചൊന്ന് മൊത്തത്തിൽ നോക്കുമ്പോഴേ എങ്ങനെയുണ്ട്, എത്രത്തോളം രസമുള്ള യാത്രയാണ്. എന്നാലും ഒരു മ്യൂസിക് പഠിച്ചു തുടങ്ങിയ ഒരാൾ, അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് BE ആണ് പഠിച്ചത്, അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ഒരാൾ, മൊത്തത്തിലൊക്കെ ഒന്ന് കൂട്ടി വായിക്കുമ്പോഴേ എങ്ങനെയുണ്ട് ഈ ഗൗതമൻ്റെ രഥം ടു വാഴ 2 ആ ഒരു ജേണി? ഇറ്റ്സ് ഫൺ. ഇതുവരെ കുഴപ്പമില്ല. ഇറ്റ്സ് ഫൺ. ഐ തിങ്ക് ഐ ഹാവ് നോ റിഗ്രറ്റ്സ്. ഞാൻ എൻ്റെ ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ വാണ്ടഡ് ടു ഡു. ഞാൻ ജോബ് ഇൻ്റർവ്യൂസിലും പോലും ഇരുന്നിട്ടില്ല കോളേജിൽ. BE കഴിഞ്ഞിട്ട് ഞാൻ എക്സാം തന്ന് ലാസ്റ്റ് എക്സാം കൊടുത്തിട്ട് അടുത്ത ദിവസം തന്നെ, അല്ല ആ ദിവസം തന്നെ ഐ കോട്ട് എ ട്രെയിൻ ടു കേരള. അത്ര എനിക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ വരണമെന്നുണ്ടായിരുന്നു. ഫൈനൽ എക്സാം കൊടുത്തു, വൈകുന്നേരം ട്രെയിൻ പിടിച്ച് നാട്ടിലേക്ക് ഐ ഗോട്ട് ഷിഫ്റ്റഡ്. നേരെ വന്നത് ആദ്യം വരുമ്പോഴും ഇനീഷ്യലി ഐ കെയിം ടു ട്രിവാൻഡ്രം. ഐ ഡിഡ്ന്റ് നോ ഫിലിംസിൻ്റെ കുറേ ആൾക്കാർ കൊച്ചിയിലാണെന്ന്. ഞാൻ വിചാരിച്ചു ട്രിവാൻഡ്രം ആയിരിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ അവിടെ കുറേ താമസിച്ചു. പിന്നെ അറിഞ്ഞു ഓക്കെ കൊച്ചിയിൽ ഉണ്ട്. പിന്നെ കൊച്ചിയിൽ വരുമ്പോൾ നേരെ ഈ സൈഡിലല്ല വന്നത്, ഞാൻ ഫോർട്ട് കൊച്ചി മാപ്പിലിടുമ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇവിടെ ഇത് വേറെ വൈബാണല്ലോ. അപ്പം അങ്ങനെ ഒന്നും അറിയാത്ത ഒരു സ്പേസിൽ നിന്നാണ് ഐ തിങ്ക് ഇപ്പോൾ വാഴ 2 പറഞ്ഞ പോലെ വാഴ 2 വരെ. സോ ഐ തിങ്ക്
I'm fortunate that I got surrounded with good people. I met the right people. ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മ്യൂസിക് ജോണറുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ വീടിൻ്റെ ഉള്ളിൽ മലയാളമാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഹിന്ദി, ഇംഗ്ലീഷ് പലതും കേൾക്കാറുണ്ട് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഭയങ്കര കൊതിയോടെയും ഭയങ്കര ഇഷ്ടത്തോടെയും കേൾക്കുന്ന മറ്റ് ജോണറസ് ഓഫ് മ്യൂസിക് ഏതായിരിക്കും? അയ്യോ, അങ്ങനെ ഞാൻ കുറവാണ് കേൾക്കാറ് മ്യൂസിക്. ഇൻ ദ സെൻസ് അപ്പുറത്തിപ്പുറത്ത് പ്ലേ ചെയ്യുമ്പോഴാണ് ഐ ലിസൺ ടു മ്യൂസിക്. ഞാൻ സ്വന്തമായിട്ട് ഇപ്പോൾ വണ്ടി ഓടിച്ച് വരുവാണെങ്കിലും ഞാൻ മ്യൂസിക് പ്ലേ ചെയ്യാറില്ല, സൈലൻസ് ആയിരിക്കും. പക്ഷെ അപ്പുറത്ത് ഒരാളുണ്ടെങ്കിൽ ചിലപ്പോൾ ഫോൺ അങ്ങോട്ട് വരും, എന്തെങ്കിലും പ്ലേ വാട്ട് എവർ യു വോണ്ട് ടു. അപ്പോൾ അങ്ങനെ എനിക്ക് സ്പെസിഫിക് ജോണേഴ്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് മാത്രമാണ് ഐ ലവ് ഇന്ത്യൻ സിനിമ, ബിക്കോസ് യു ഗെറ്റ് ടു മേക്ക് ഡിഫറെൻറ്റ് ജോണേഴ്സ് വിത്ത് എവറി ഫിലിം. അപ്പോൾ നമുക്കിങ്ങനെ ക്യാരക്ടർ ഈ ആൾ ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ ഈ സിറ്റുവേഷനിൽ മേ ബി സബ്ബട്ട് കുഡ് സേക്ക് വാട്ട് ഇഫ് ഇതിൽ ഇഫ് സപ്പോസ് വി വോണ്ട് R&B അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഇതിൽ മോഡേൺ പോപ്പ് ആവണം. സോ നൗ യു തിങ്ക് ലൈക്ക് ആർട്ടിസ്റ്റ് ഹു മേക്ക് ദോസ് ജോണേഴ്സ്. അപ്പോൾ യു ഹാവ് ടു സ്റ്റെപ്പ് ഇൻ ടു ദെയർ ഷൂസ് ആൻഡ് തിങ്ക്, ബിക്കോസ് ഇത് എൻ്റെ ജോണർ. ഞാൻ ഇൻഡി ട്രാക്സ് അല്ല ചെയ്യുന്നത്. എൻ്റെ ജോണർ എന്താണെന്ന് നോബഡി സ്പെസിഫിക്കലി നോസ്. പക്ഷെ എന്ത് ജോണർ വെച്ചാൽ ചെയ്യാം, ദാറ്റ് ഇസ് എ ഫീലിംഗ് ദാറ്റ് ഐ ലവ്. നാളെ എന്താ വെച്ചാൽ യു ഹാവ് ടു മേ ബി ഈ പടത്തിൽ ഓർക്കസ്ട്രൽ മാത്രമേ ഉള്ളൂ, യു കാൺ ഡു എനിത്തിങ്, അല്ലെങ്കിൽ അക്കപ്പെലാസ് മാത്രമേ ഉള്ളൂ. അപ്പം നൗ യു ഹാവ് ടു തിങ്ക് ലൈക്ക് ദാറ്റ്. ആൻഡ് ആ ഷിഫ്റ്റ് എനിക്ക് ഭയങ്കര, അപ്പം നമ്മൾ വേറൊരു ക്യാരക്ടറായിട്ടാണ് മാറുന്നത് ആ സമയത്ത് ഫോർ ദാറ്റ് 6-7 months or 1 year. നമ്മൾ എനിക്ക് ആ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ജോണർ സ്പെസിഫിക് ഒട്ടുമല്ല ഞാൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വാഴ 2-ൻ്റെ ഓരോ ട്രാക്കും, ഇപ്പോൾ തൂക്കി എന്നുള്ള ട്രാക്ക് ഇരിക്കുന്നത് അതിൻ്റെ അകത്ത് ഹാർമോണിയം ഒക്കെ വെച്ചിട്ട് എന്താ പറയുക, അതിൻ്റെ അകത്ത് എവിടെയൊക്കെ ഒരു നോർത്ത് ഇന്ത്യൻ ഒരു എലമെന്റ് എനിക്ക് കേട്ടപ്പോൾ തോന്നിട്ട് പേഴ്സണലി എനിക്ക് കേട്ടപ്പോൾ തോന്നി. അത് ചിലപ്പോൾ കമ്പോസറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സൂപ്പർവൈസറിൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും എനിക്ക് അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ലായിരിക്കാം. പക്ഷേ അതേപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ അടബൊമ്മാല കേൾക്കുമ്പോഴേക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കുട്ടികൾ അടിച്ചു പൊളിക്കുന്നൊരു ഫീൽ അതിൻ്റെ അകത്ത് കേൾക്കുന്നത്. അതേപോലെ ഇപ്പോൾ പാർവതീഷിൻ്റെ കൂടെ പിറന്നൂര് കേൾക്കുമ്പോഴേക്കും നമുക്കൊരു സൗത്ത് ഇന്ത്യയിൽ തന്നെയുള്ളൊരു മെലഡി കേൾക്കുന്ന അതേ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ആചാരാജ ഇരിക്കുന്ന വേറൊരു സ്ഥലത്തായിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഓരോന്നിനും ഓരോ, എനിക്ക് ഓരോന്ന് കേൾക്കുമ്പോൾ ഓരോ നാടുകൾ ഓർമ്മ വരുന്നുണ്ട്, അതിന് ഓരോരോ സൗണ്ട് സ്കേപ്പ് ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ആസ് എ മ്യൂസിക് സൂപ്പർവൈസർ ഒരു പ്രോജക്റ്റ് കിട്ടുമ്പോൾ ടീമിനോട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബ്രീഫിംഗ് കൊടുക്കുന്നത്? പ്രൊജക്റ്റ് അനുസരിച്ച് ഇരിക്കും. പക്ഷേ ടീമിൽ ഇപ്പോൾ ആർക്കേഡോ, പാർവതീഷ്, ഇലക്ട്രോണിക്കലി, അശ്വിൻ ആര്യൻ, പിന്നെ ശതാർജി ഹണ്ഡിത്, എബിൻ തോമസ്, അങ്ങനെ കുറച്ച് പേര് എനിക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് അറിയാം. അപ്പോൾ ചിലപ്പോൾ ഒക്കെ നമ്മൾ പറയേണ്ട ആവശ്യം പോലും വരില്ല, ഇങ്ങനെ നോക്കി ഇങ്ങനെ നമ്മൾ കുറച്ച് എക്സ്പ്രഷൻ ഇട്ടാലും അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് സംടൈംസ് യു ഹാവ് ടു എക്സ്പ്ലെയിൻ മോർ ടു പീപ്പിൾ ദാറ്റ് യു ആർ ന്യൂ ടു. അപ്പോൾ ഇവരുടെ കൂടെ ആ പ്രശ്നമില്ല. പക്ഷെ ആ പ്രൊജക്റ്റ് സംടൈംസ് ദേ വിൽ കം അപ്പ് വിത്ത് എ മെലഡി. അത് നമ്മൾ കേട്ടിട്ട് അത് ചിലപ്പോൾ ഒട്ടും സെറ്റാവില്ല. അപ്പോൾ അത് സെറ്റല്ല എന്ന് തന്നെ, അത് ഫിൽറ്ററൊന്നും ഇല്ല. അപ്പോൾ മോശമാണെങ്കിൽ മോശമാണ്, മാറ്റിക്കളയാം. അപ്പോൾ ഇത് പറഞ്ഞല്ലോ, ഇപ്പോൾ എല്ലാ സോങ്സിൻ്റെ ജോണേഴ്സും അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റൈല് വേറെ എന്ന് വെച്ചാൽ ചെയ്ത ആൾക്കാർ വേറെ ആൾക്കാർ, അവരുടെ ദേ വർ ജസ്റ്റ് മേക്കിംഗ് ദെയർ സോങ്. ഇൻ ദ സെൻസ് ഇത് പടത്തിൽ എങ്ങനെ ഇത് പ്ലേസ് ആവും, അല്ലെങ്കിൽ അത് ദാറ്റ് ഇസ് നോട്ട് ദെയർ ടെൻഷൻ ഫോർ നൗ. ആ സമയത്ത് ഇപ്പോൾ കൂടെ പിറന്നവരാണെങ്കിൽ ആ ലാസ്റ്റ് റീൽ കൂടെ പിറന്നവരാണ് ഈ മകനെ ആ സോണിലായിരിക്കും പോകാൻ പോകുന്നത്. അപ്പോൾ പാർവതീഷ് ഹാസ് ടു നൗ ഫിഗർ ഔട്ട് എങ്ങനെയായിരിക്കും അത് പോവാം, ആ റൂട്ട് എന്താണ്. അപ്പോൾ അത് കഴിഞ്ഞ് വിപിൻ സിറ്റ്സ് ത്രൂ ഔട്ട്, ഹി ലവ്സ് ദ പ്രോസസ് ഓഫ് മ്യൂസിക് മേക്കിംഗ്. അതെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും എല്ലാം പടങ്ങൾ സ്റ്റാർട്ടിങ് ഫ്രം അന്താക്ഷരി തൊട്ട് നമ്മൾ എവിടെയെങ്കിലും പോയി ഇങ്ങനെ ഇരുന്ന് ഫുൾ ടൈം, പുള്ളി ചിലപ്പോൾ DIന് പോലും പോകാറില്ല, അല്ലെങ്കിൽ അതിവിടെ എനിക്ക് മ്യൂസിക് ഇവിടെ ഇരുന്ന് കേൾക്കാം. ബിക്കോസ് ആ പ്രോസസ്സ് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുന്ന സമയം തൊട്ട് ഹി ഹാസ് എ ഗ്രേറ്റ് ടേസ്റ്റ് ഇൻ മ്യൂസിക് വിപിൻ. അപ്പോൾ ഹീൽ ടെൽഗി എടാ ഇവിടെ കുറയ്ക്കാം, ഇവിടെ കൂടാം. പിന്നെ തെറ്റായി പോകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ തെറ്റെന്ന് വെച്ചാൽ മോശമായിട്ട് തോന്നുന്ന സമയത്ത് മാത്രം നോക്കി ഇത് ബോറാ, അത് മാത്രം പറയാറുള്ളൂ. പിന്നെ ഈ എല്ലാവരുടെ ദേ ഹാവ് ബീൻ മേക്കിംഗ് മ്യൂസിക് സിൻസ് ലോട്ട് ഓഫ് ഇയേഴ്സ്. ഇപ്പോൾ പറഞ്ഞ എല്ലാ ആർട്ടിസ്റ്റും വാഴയിൽ വർക്ക് ചെയ്ത് എല്ലാ കമ്പോസേഴ്സ്. സോ ദർ ഇസ് നത്തിങ് ടു ടീച്ച് ദെം ഓർ അങ്ങനെയൊന്നുമില്ല. ദേ നോ ദെയർ ആർട്ട്, ദേ ആർ ഫിഗറിങ് ഔട്ട് ദെംസെൽസ്, ദേ ഹാവ് ഫിഗർഡ് ഔട്ട് ദെംസെൽസ് ഇൻ. അപ്പോൾ ദേ ആർ പ്രൊഫഷണൽ ഇൻ ടേംസ് ഓഫ് ദെയർ മ്യൂസിക് മേക്കിംഗ്, അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് ടൈറ്റ്. അപ്പോൾ അതുണ്ട്. ആൻഡ് ഐ തിങ്ക് അതുകൊണ്ട് മാത്രമാണ് വെൻ ഇറ്റ് ഗോട്ട് പ്ലേസ്ഡ്. അപ്പോൾ ഇത്
സിനിമയിൽ വരുമ്പോൾ ഇത് ഇറ്റ് ഷുഡ് നോട്ട് ബി സ്കാറ്റേർഡ്, അർത്ഥമില്ലാണ്ട് വരാതിരിക്കുക. ദാറ്റ് ഈസ് ഡ്യൂട്ടി ഓഫ് മൈൻഡ്. ഇത് വെറുതെ മാച്ച് ആവാതിരി നോ. അപ്പോൾ വാട്ട് എവർ ദേ ആർ മേക്കിംഗ് ഷുഡ് ബി ഗ്രേറ്റ്, യെറ്റ് ഇറ്റ് ഷുഡ് സൂട്ട് ദ ഫിലിം. അതാണ് ഫൈനൽ വേർഡിക്ട് കീ. ഇറ്റ് ഹാസ് ടു സൂട്ട് ദ സ്ക്രീൻ. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര മ്യൂസിക് ഉണ്ടാക്കിയിട്ട് സ്ക്രീനിൽ പ്ലേസ് ചെയ്യുമ്പോൾ ലിഫ്റ്റ് ആവുന്നില്ല, ആ സീൻ ലിഫ്റ്റ് ആവുന്നില്ലെങ്കിൽ ആ മ്യൂസിക് വെച്ച ഒരു കാര്യമില്ല. സംടൈംസ് യു ഹാവ് ടു ഡൗൺ പ്ലേ യുവർ മ്യൂസിക് ആസ് എ മ്യൂസിഷ്യൻ ഓൾസോ ടു സപ്പോർട്ട് വാട്ട് ഇസ് ദെയർ ഇൻ ദ സ്ക്രീൻ. ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് മ്യൂസിക് അല്ല സിനിമ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഫിലിം. പിന്നെ വാഴയിൽ ഇപ്പം എല്ലാവരുടെ പാട്ട് സ്റ്റാൻഡ് അലോൺ സോങ്സും കൂടിയാണ്. സിനിമ ഓഫ്കോഴ്സ് അതിൽ കാണുമ്പോൾ ഒരു രസമുണ്ടായിരുന്നു, എല്ലാവർക്കും റിലേറ്റ് ആയി. പക്ഷെ അത് ആസ് സ്പോട്ടിഫൈയിൽ അല്ലെങ്കിൽ എവിടെ ജസ്റ്റ് ഒരു പാട്ടായിട്ട് കേൾക്കുമ്പോഴും ഇറ്റ്സ് സ്റ്റാൻഡ് അലോൺ സോങ്. യു വിൽ ഗെറ്റ് സിനിമ ഇഷ്ടപ്പെട്ടാൽ അത് കുറച്ചുകൂടി ഇഷ്ടപ്പെടും ആ പാട്ടുകൾ. പക്ഷേ ഇറ്റ് വാസ് ഐ തിങ്ക് ഓൾ ക്രെഡിറ്റ്സ് ടു ദ കമ്പോസേഴ്സ് ഫോർ. എൻ്റെ അടുത്ത് 1-2 ലിറിസിസ്റ്റുമാർ ഇപ്പോൾ വിനായക അടക്കമുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, പാട്ടുകൾ എഴുതുമ്പോഴേക്കും അതായത് അത് കേൾക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് റിലേറ്റബിൾ ആവുന്നതെന്നാണ് നോക്കുന്ന ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇപ്പം ആ ഒരു കഥ നടക്കുന്നൊരു സ്പേസ് ഉണ്ടല്ലോ, അതുമൊക്കെ മനസ്സിലുണ്ടാവാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ അങ്കിത്ത് ഓരോ സിനിമയിൽ മ്യൂസിക് സൂപ്പർവൈസറായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഇത് ആ ഒരു സ്ഥലവും ആ ഒരു സാഹചര്യവുമായിട്ട് ഇണങ്ങുന്നുണ്ടോ ഈ ചെയ്യുന്ന എല്ലാവരോടും ചെയ്യുന്ന പാട്ടുകളിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് നോക്കേണ്ടി വരിക എന്നല്ലേ. ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ഹിന്ദിയിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു പാട്ട് സാജിദ് വാജിദ് ആയിരിക്കും ചെയ്യുന്നത്, മറ്റേ പാട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പ്രീതം ദാവ് എന്ന് ചെയ്യും, ഒരു പാട്ട് അനുമാലിക്കോ എന്ന് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പക്ഷേ ഇതിവിടെ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ആസ് എ മ്യൂസിക് സൂപ്പർവൈസർ എല്ലാം കൂടെ ഒന്ന് ഇണങ്ങുന്നുണ്ടോ എന്ന് നോക്കണം. അതെ 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 അതെ. പിന്നെ ഇത് ആസ് എ കോൺസെപ്റ്റ് ഇത് പഴയതല്ല മ്യൂസിക് സൂപ്പർവിഷൻ. ഇപ്പം കുറേ കമ്പോസേഴ്സ് വന്നിട്ട് പാട്ടുകൾ ചെയ്യുന്നത് ഓക്കെ സിനിമയിൽ, അത് നമ്മൾ നോർത്തിൽ കുറച്ച് കൂടുതൽ കണ്ടിട്ടുണ്ട്. സൂപ്പർവിഷനിൽ ഐ തിങ്ക് ദർ ഗലി ബോയിൽ സൂപ്പർവൈസർ ഉണ്ട്, കുറേ പാട്ടുകളുണ്ട്. പക്ഷേ ആ സൂപ്പർവിഷനിൽ സോങ് പ്ലേസ്മെൻറ്റ് മാത്രമല്ല, ബിക്കോസ് അത് ഇനി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് കൺവേർട്ടും ചെയ്യണം. ബിക്കോസ് ബാക്ക്ഗ്രൗണ്ട് സോങ്സ് മാത്രം അടിപൊളിയായിട്ട് ഇരുന്നിട്ട് പടം അത് സ്കോർസ് ലിഫ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് മോശം തന്നെ. അപ്പോൾ മ്യൂസിക് സൂപ്പർവിഷൻ ഈ രീതിയിൽ ഇവിടെ സൗത്തിൽ ഐ ഡോണ്ട് തിങ്ക് എനിബഡി ഹാസ് ഡൺ ഇറ്റ് ബിഫോർ. പക്ഷേ ദർ ഹാസ് ടു ബി സമ്മൺ ടു കോർഡിനേറ്റ് ദിസ് ഹോൾ തിങ് ഓർ ടു ഡയറക്റ്റ്. ഇത് ഡയറക്ടർ ക്യാൻ ഓൾസോ ഡു ഇറ്റ്, ദിസ് നോട്ട്. പക്ഷേ സ്പെസിഫിക് പോസ്റ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ജസ്റ്റ് മേക്സ് തിങ്സ് സിംപ്ലർ. അതെ. പിന്നെ ബിക്കോസ് നൗ കമ്പോസേഴ്സ് ഇപ്പോൾ പാട്ടുകൾ തന്നിട്ട് അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ എങ്ങനെ യൂസ് ആവുന്നതിൻ്റെ ദർ ഇസ് നോ കംപ്ലൈൻറ്റ്. ദറ്റ് ഇസ് വി ആർ ഡിസൈഡിങ് ഇറ്റ്. ഇത് സിനിമയിൽ എങ്ങനെ വരും, ഇത് പാട്ടായിട്ട് റിലീസ് ആകുമ്പോൾ എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ അത് ഞങ്ങൾ പറയാറുണ്ട്, നിങ്ങൾക്ക് ചെയ്യാം. ഭാഗമാവുമ്പോൾ. പക്ഷെ മൂവിയുടെ ഭാഗമാകുമ്പോൾ അത് അവിടെ ചിലപ്പോൾ ഈ ലിറിക്സ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഈ പോർഷൻ നമ്മൾ റിപ്പീറ്റ് അടിക്കും 2-3 പ്രാവശ്യം. അത് ഫിഗർ ഔട്ട് ചെയ്യാൻ. പക്ഷെ ആ പെർമിഷൻ ദേ ആർ ഓൾസോ ഗിവിംഗ് ടു മീ. എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഐ എം ടേക്കിംഗ് ഇറ്റ്, ദേ ആർ ഓക്കെ ബിക്കോസ് ദ എൻഡ് പ്രൊഡക്റ്റ് ഇസ് സിനിമ. ആ സിനിമയ്ക്ക് വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യാം. സംടൈംസ് നമ്മൾ അവരുടെ എലിമെൻറ്റ്സ് എടുത്തിട്ടായിരിക്കും സ്കോർ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ രജത്തിൻ്റെ പാട്ടുകളുടെ എലിമെൻറ്റ്സ് ആണ് കുറേ, ഇപ്പോൾ ജൂനിയർ ഹോർലിക്സ് ഒക്കെ കുറേ വാഴ 1 കുറേ സ്കോർസൊക്കെ പിന്നീട് റീൽസിലൊക്കെ കുറേ ഇപ്പോൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ പാട്ടിൻ്റെ എലിമെൻറ്റ്സ് എടുത്തിട്ടാണ് അത് സ്കോറായിട്ട് കൺവേർട്ട് ചെയ്തത് ഈ ടീം എന്ന് വെച്ചാൽ ഇരുന്നിട്ട്. അപ്പോൾ ആ അതോറിറ്റി നമ്മൾ എടുക്കുന്നുണ്ട്, പക്ഷെ അവർ തരുന്നുണ്ട് നമുക്ക്. ദർ ഇസ് നോ ഡിസ്കഷൻ, ബട്ട് ഇറ്റ്സ് എ ടീം ഗെയിം. അതുകൊണ്ട് അത് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചോദിക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി ഇതാ ഓക്കെ ഇവിടെ ഇത് വെക്കാം. ഇപ്പോൾ വിപിൻ വന്ന് ഇരുന്നിട്ടും ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ എടാ ഈ പോർഷനിൽ നമുക്ക് ആ സോങ്ങിൻ്റെ എലിമെൻറ്റ്സ് കൊണ്ടുവന്നിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഫോർ മീ അല്ലെങ്കിൽ ഞാനിങ്ങനെ പുറത്തുനിന്ന് ആസ് എ സൂപ്പർവൈസർ തന്നെ സീ ഇറ്റ്, ഐ ഗെറ്റ് ദിസ് എമൗണ്ട് ഓഫ് കണ്ടന്റ്. ഒരു 10 പാട്ടുണ്ടെങ്കിൽ ആ 10 പാട്ടിൽ ഇമ്മൻസ് എമൗണ്ട് ഓഫ് ട്രാക്സ്. എന്ന് വെച്ചാൽ എല്ലാ പാട്ടുകളിൽ ചിലപ്പോൾ ഒരു 100 ട്രാക്ക്, 50 ട്രാക്ക്, 200 ട്രാക്സ് ഉണ്ടാവും ഡിപ്പെൻഡിങ്. അതെ. അപ്പോൾ ഇങ്ങനെ വി ഹാവ് എ ഹോൾ ബഞ്ച് ഓഫ് ട്രാക്സ്. അപ്പോൾ ഇനി അവരുടെ ഇത്ര എലിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ എലിമെൻറ്റ്സിനെ ഓരോന്നായിട്ട് എങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യാൻ പറ്റും, ആ സ്കോറിങ്, ആ സീൻ ലിഫ്റ്റ് ഭയങ്കര ദ പ്രോസസ് ഐ റിയലി ലൈക്ക്. അത് നമ്മളിരുന്ന ആ സീനിൽ ജസ്റ്റ് ചെറുതായിട്ട്, ബിക്കോസ് വി ക്യാൻ ചേഞ്ച് ദ മൂഡ് ഓഫ് എ ഫിലിം ജസ്റ്റ് ബൈ പുട്ടിങ് സംതിങ്. അപ്പോൾ കൂടെ വരുന്നവരുടെ അവിടെ എന്തെങ്കിലും വേറെ പാട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സ്പൂഫാക്കി മാറ്റാൻ പറ്റും നമുക്ക്, അല്ലേ? അപ്പോൾ യു ക്യാൻ ജസ്റ്റ് എന്താ ഇമോഷൻ ആൾക്കാരിലേക്ക് എത്തണ്ടേ എന്ന് അതിൻ്റെ ഒരു മേജർ
there's a power that music holds in it. അപ്പോൾ അതുകൊണ്ട് അല്ലേ? അപ്പോൾ ഇത് കാണുമ്പോൾ ഓക്കെ ദെൻ ഈ പ്രോസസ്സ് ഈ രീതിയിൽ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ഇനി ഇത് വരുമായിരിക്കും. ഐ തിങ്ക് പീപ്പിൾ ഷുഡ് ഡു ഇറ്റ്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് കമ്പോസേഴ്സിൻ്റെ പേരൊക്കെ നമ്മളിങ്ങനെ സംസാരത്തിനിടയ്ക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഈ എപ്പോഴും നോക്കിക്കാണുന്ന കുറേ കമ്പോസേഴ്സ് ഉണ്ടാവില്ലേ? അതായത് നമ്മൾ കുട്ടിയായിരുന്ന സമയത്ത് നമ്മൾ TV ചാനൽസ് ബ്രൗസ് ചെയ്യുന്നത് മുതൽ 9XM, മ്യൂസിക് ഇന്ത്യ, MTV കാലം മുതലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അതിലിപ്പോൾ നമ്മളിപ്പോൾ മലയാളത്തിലെയും കമ്പോസേഴ്സ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എപ്പോഴും നോക്കിക്കാണുന്ന കുറേ കമ്പോസേഴ്സ് ആരൊക്കെ ആയിരിക്കും? അവരുടെ സ്റ്റൈൽസും മലയാളത്തിൽ ഏതായാലും ഏറ്റവും I think there are great people here in Malayalam. In terms of film scoring ഒക്കെ എനിക്ക് ഭയങ്കര, ഇപ്പോൾ ജസ്റ്റിൻ വർഗീസ് ആയാലും സുഷിൻ ആയാലും ജേക്സ് പിച്ചോയ്, there are few people that I really like in terms of how they think for films. And the amount of versatility they have in terms of genre shifting ആയാലും. And I think song making മാത്രം ആസ് എ പ്രോസസ്, ബിക്കോസ് അടിപൊളി പാട്ടുകൾ ചെയ്യുന്നെങ്കിൽ ഐ ഓൾവേസ് സേ കി എന്നാൽ സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുക, നോ ഇഷ്യൂസ്. പക്ഷേ സിനിമ ആവുമ്പോൾ ഇറ്റ്സ് എ ടീം ഗെയിം. യു ആർ വർക്കിംഗ് ഫോർ എ പ്രൊഡക്റ്റ്, യു ആർ വർക്കിംഗ് ഫോർ എ ഗോൾ. ആ ഗോൾ എല്ലാവരും ആ ഷെയർഡ് ഗോൾ ആയിരിക്കണം എന്ന് ഉണ്ട്. പിന്നെ അതിൽ ആസ് എ കമ്പോസർ, മൈ ഡ്യൂട്ടി ആസ് എ കമ്പോസർ, ഞാൻ ആ ഡ്യൂട്ടി മാത്രം ഫുൾഫിൽ ചെയ്യണം. എന്നുവെച്ചാൽ ദ ഡയറക്ടർ ഇസ് എ കിങ് ആൻഡ് മേ ബി ഐ എം ഫൈറ്റിംഗ് ഇൻ ദ വെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഇവിടെ ഈസ്റ്റ് ഫ്രണ്ട്, ഇവിടെ സൗത്ത് ഫ്രണ്ടിൽ. ഇപ്പോൾ സിനിമാറ്റോഗ്രാഫർ മേ ബി ഈസ് ഫൈറ്റിംഗ് ദയർ. ഇത് എല്ലാവരും അവരുടെ ഫ്രണ്ടിൽ ഫൈറ്റ് ചെയ്യാണ്. ഫൈറ്റ് യുവർ വാർ വെൽ. അത് ചിലപ്പോൾ വി മേ നോട്ട് ബി റിലേറ്റിംഗ് ടു ദ കിങ് സേയിങ് എടാ നീ ഇവിടെ പോയി ഫൈറ്റ് ചെയ്യുക. അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ ഷെടാ ഇത് മോശമാണല്ലോ. അപ്പം നമ്മൾ വി ക്യാൻ ഗിവ് സജഷൻസ്, ബട്ട് ദെൻ എന്തായാലും ഫൈറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഫിഗർ ഔട്ട് നമ്മളത് എങ്ങനെ, ഹൗ ടു, ഓക്കെ ഹി വാണ്ട്സ് ദിസ് ജോണർ ഓഫ് മ്യൂസിക് ഇൻ ദിസ്, പക്ഷേ ഈ ജോണർ ഓഫ് മ്യൂസിക് വെച്ചാൽ ഭയങ്കര പഴയതാവും. അപ്പോൾ ഇത് എങ്ങനെ നമ്മളിത് ഫിഗർ ഔട്ട് ചെയ്യുക? സോ നൗ യു ഹാവ് ടു ബ്രിങ് ദാറ്റ് ജോണർ, ട്രീറ്റ് ഇറ്റ് ഇൻ എ വേ ദാറ്റ് ഇറ്റ് സൗണ്ട്സ് ഡിഫറെൻറ്റ് ഫോർ യുവർ സെൻസ്. നമ്മളുടെ സെൻസിബിലിറ്റി അനുസരിച്ച് അത് എങ്ങനെ ഡിഫറെൻ്റ്ലി ട്രീറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് കോൺസെപ്റ്റ് ചിലപ്പോൾ സിമിലർ ആയിരിക്കും, യു തിങ്ക് ഇറ്റ് ഇസ് ബോറിങ്, പക്ഷെ അതന്നെയാണ് വേണ്ടത്. അപ്പോൾ അത് എങ്ങനെ, ഹൗ ക്യാൻ യു മേക്ക് ഇറ്റ് ന്യൂ? അപ്പോൾ ഐ ലൈക്ക് ദിസ് തിങ്കിങ് ഫോർ ഫിലിംസ്. ഇറ്റ് ഈസ് നോട്ട് എ സോളോ വാർ. അപ്പോൾ എന്താ ആസ് എ ടീം ഗെയിം യു കം ടുഗെദർ. ആൻഡ് ഇതിൽ ഹൗ ഡു യു ലിഫ്റ്റ് എ സീൻ, ആ സമയത്ത് ക്യൂ പോയിന്റ്സ്, ചിലപ്പോൾ ഒരു സിംഗിൾ നോട്ടായിരിക്കും അവിടെ പ്ലേ ആവുന്നത്, പക്ഷേ യു ലൈക്ക് ദ റിലെവൻസ് ഓഫ് ഇറ്റ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന കുറേ മ്യൂസിക് കമ്പോസേഴ്സ് ഐ ഹാവ് ഫൗണ്ട് ഹിയർ ഇൻ who work for films and not just songs. അല്ലെങ്കിൽ സിനിമയിൽ പാട്ടുകൾ ചെയ്യാൻ കിട്ടുന്നുണ്ട് എന്നാൽ സിനിമ ചെയ്യാം, അങ്ങനെയല്ല. പക്ഷെ ആ സിനിമ ബെറ്റർ ആക്കാൻ വേണ്ടി യു ഡിഡ് യുവർ ജോബ് വെൽ ഫോർ ദ ഫിലിം ആൻഡ് യു കനോട്ട് ഡു യുവർ ഡ്യൂട്ടി ടു ദ പെർഫെക്ഷൻ ആൻഡ് ഇറ്റ്സ് എ ടീം ഗെയിം. ഇഫ് എവറിബഡി പ്ലേസ് ഇറ്റ് വെൽ ടുഗെദർ യു വിൽ ഡെഫിനറ്റ്ലി വിൽ. ജയ ഹേ വളരെ ഈ പറഞ്ഞ പോലെ ഗൗതമൻ്റെ രഥം പറയുന്ന പോലെയോ അന്താക്ഷരി പറയുന്ന പോലെയോ ഒക്കെ തന്നെ വളരെ വലിയ കയ്യടി അങ്കിത്തിന് നേടുന്ന ഒരു പ്രോജക്റ്റാണ്. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ എൻ്റെ ഫേവറേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ച്, ട്രിപ്പിൾ പഞ്ച്, ഡബിൾ പഞ്ചാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് ബ്രാസ് വരുന്നതും പെർക്കഷൻസ് വരുന്നതും എനിക്ക് തോന്നുന്നത് അത് ചെയ്തപ്പോൾ തന്നെ അങ്കിത്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവില്ല അതിൻ്റെ അകത്ത്. അത് കേൾക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നമ്മൾ ആ ബ്രാസ് വായിച്ചു പോകുമ്പോഴൊക്കെ നമ്മളിങ്ങനെ കൂടി ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ അകത്ത് അത്രയും പെർക്കഷൻ അങ്ങനെ യൂസ് ചെയ്യണം, ബ്രാസ് അങ്ങനെ കൊണ്ടുവരാം, അതേപോലെ തന്നെ കമൻട്രി ഉണ്ട് ഷൈജു ചേട്ടൻ. അപ്പോൾ അതൊക്കെ ആ ഒരു സൗണ്ട് സ്കേപ്പ് എങ്ങനെ സെറ്റ് ചെയ്ത്? പഞ്ച് ട്രിപ്പിൾ പഞ്ച് ആ പടത്തിൽ ലാസ്റ്റായിട്ട് കമ്പോസ് ചെയ്ത സോങ് ആയിരുന്നു. അപ്പോൾ ജയിൽ തുടക്കം തൊട്ട് എൻഡ് ആവുമ്പോഴേക്ക് ഫൈനലി ഫിലിം ഇസ് ഗെറ്റിംഗ് ഓവർ, ഒരു ഫിനാലെയാണ്. അപ്പോൾ ആ ഫിനാലെ പിന്നെ ഇലക്ട്രോണിക് കിളി ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ he came up with the brass, അപ്പം റിതം ഓൾറെഡി ഐ ഹാഡ് ഫിഗർഡ് ഔട്ട് ഇത് എന്തായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ എടാ ഇതിൽ എന്തെങ്കിലും അങ്ങനെ വായിച്ചപ്പോൾ വി സ്റ്റാർട്ടഡ് ഫ്രെയിമിങ് ദ ഹോൾ ജസ്റ്റ് മ്യൂസിക്കലി മാത്രം. ഇപ്പോൾ കമ്പോസിഷൻ ഒന്നും ഇല്ല.
അപ്പോൾ ശബരീഷ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു, നമ്മൾ ശബരീഷ് ശബരീഷ് ശർമ്മ. അപ്പോൾ പുള്ളി ഇത് കേട്ടിട്ടാണ് അങ്കിത് എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, ഞാനത് ചെയ്യട്ടെ. എന്താ വെച്ചാൽ ചെയ്യേ, നമുക്ക് പഞ്ച് ട്രിപ്പിൾ പഞ്ച് ഇത് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ സൈഡിൽ നോക്കിയിട്ട് ആ സീൻ സൂപ്പർ, ഇന്ന് എഴുതുവോ. ദെൻ ഹി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഇറ്റ് ആൻഡ് ലൈക്ക് ഓക്കെ യു ഓൺലി പെർഫോം ഇറ്റ്. അപ്പം ഇങ്ങനെ റൂമിലിരുന്ന് ജസ്റ്റ് ഇങ്ങനെ ആസ് എ ജാം സെഷൻ പോലെ ആയിരുന്നു ആ പാട്ട് ഉണ്ടായത്. പിന്നെ അത് ജയ ഫൈനലി ഫൈറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഇടിച്ച് പറക്കുമ്പോൾ ഇത് പ്ലേസ് ചെയ്തപ്പോൾ ഇത് ഭയങ്കര രസമുണ്ടായിരുന്നു. ഫിനാലെ ക്ലൈമാക്സ്. അപ്പോൾ പിന്നെ ഇതിന് ജസ്റ്റ് മുമ്പ് ചിലപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നോക്കണ്ട, അല്ലെങ്കിൽ എന്താണിത് ഇങ്ങോട്ടിത്, ആ പാട്ടുകളൊക്കെ ചെയ്തപ്പോൾ അത് കുറേ എനർജി എടുക്കും അങ്ങനത്തെ സോങ്സ്. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കണ്ടൊക്കെ കമ്പോസ് ചെയ്തത് നമ്മൾ തന്നെ ഇമോഷണൽ ആവും. ബിക്കോസ് അപ്പോൾ അതൊക്കെ ആ പ്രോസസ്സ് ഫുൾ കഴിഞ്ഞപ്പോൾ ഇനി പഞ്ച് ട്രിപ്പിൾ പഞ്ചിൽ എത്തിയപ്പോൾ വി വെർ ഹാവിങ് ഫൺ. ഫൈനലി ഓക്കെ നമ്മൾ ആ ഇമോഷണൽ ഗ്യാപ്പിൽ നിന്ന് അത് മാറിയിട്ട് നമ്മൾ പടം കാണുമ്പോൾ നമ്മൾ ജയനെ ഷീ ഷുഡ് വിൻ ദിസ്. ആ ഗ്യാപ്പിൽ ആസ് എ ടീം ഓൾസോ വി ഫീൽ ഇവിടെ വരെ എത്തി, ഇനി ജയ ജയിക്കണം. അപ്പോൾ അതിൽ പിന്നെ ഇത് വരുമ്പോൾ വി ആർ ഓൾസോ എക്സൈറ്റഡ്, നോട്ട് ജസ്റ്റ് മ്യൂസിക്കിന് മാത്രമല്ല, പക്ഷെ ഇത് പ്ലേസ് ചെയ്ത് കാണുമ്പോൾ യെസ് അത് കിട്ടി ആ സമയത്ത്. ആൻഡ് ദെൻ ഇറ്റ്സ് ഓൾ താങ്ക്സ് ടു ശബരീഷ് ഫോർ കമ്മിങ് അപ്പ് വിത്ത് ദിസ്. കിളി ഉണ്ടായിരുന്നു, കിളി പ്രൊഡ്യൂസ്ഡ് ഇറ്റ്. പിന്നെ ലൈവ് റിതംസ് ഒക്കെ എടുത്ത് നമ്മൾ എല്ലാവരും ഒരു വീട്ടിലായിരുന്നു. അപ്പോൾ വിപിൻ ആ സമയത്ത്, വിപിൻ, ഞാൻ, ശബരീഷ് രാവിലെ തൊട്ട് വൈകുന്നേരം രാത്രി ഇനി വീട്ടിൽ പോക്കൊന്നുമില്ല, അവിടെ തന്നെ കിടന്ന് പറയുന്നത്. രാവിലെ എനിക്കും ഇത് അത് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഏതാ പാട്ടെന്ന് വെച്ചാൽ അത് ഫിഗർ ഔട്ട് ചെയ്യും. പക്ഷെ ഈ പാട്ടിൻ്റെ പ്രോസസ്സ് അങ്ങനെ അടിപൊളിയായിരുന്നു. എനിക്ക് വേണ്ടി ഭയങ്കര ഡിയർ പ്രൊജക്റ്റാണ് ജയ ജയ ജയ. ആൻഡ് ദാറ്റ് ഈസ് എ ഫസ്റ്റ് പ്രൊജക്ട് ദാറ്റ് ഐ തിങ്ക് ഇപ്പോൾ ഉയരെ ഫസ്റ്റ് സോങ് ആയിരുന്നു എൻ്റെ റിലീസായ സോങ് മലയാളത്തിൽ. ഇറ്റ് ഡിഡ് വെൽ. പക്ഷെ ആസ് എ ഫിലിം ദാറ്റ് ജയ 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 റിലീസായി കഴിഞ്ഞിട്ട് ദ അമൗണ്ട് ഓഫ് കോൾസ് അല്ലെങ്കിൽ അമൗണ്ട് ഓഫ് മെസ്സേജസ് ഫ്രം എവ്രിബഡി അറൗണ്ട് ആൻഡ് ദെൻ യു സീ പീപ്പിൾ സ്റ്റാൻഡിങ് ഇൻ ക്യൂസ് ടു വാച്ച് എ ഫിലിം, അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് കോവിഡൊക്കെ കഴിഞ്ഞ് അന്താക്ഷരി ബാക്കി പടങ്ങളെല്ലാം കോവിഡ് പടങ്ങളായിരുന്നു. ജസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയ പടമാണ് ജയ ജയ. അപ്പോൾ ഈ എക്സ്പീരിയൻസ് ഞാനിതുവരെ ഇങ്ങനെയാണല്ലേ സിനിമ ഹിറ്റാകുമ്പോൾ അത് ആദ്യമായിട്ട് കാണുന്ന അപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ കോൺസെപ്റ്റ് എഴുതിയ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവങ്ങൾ ഇറ്റ്സ് ഓൾ വെരി പേഴ്സണൽ ആൻഡ് ഡിയർ ഫോർ ബോത്ത് ഓഫ് അസ്. വിപിൻ ആയാലും എനിക്കും അത് ഭയങ്കര പേഴ്സണലാണ്. അപ്പോൾ ആ പ്രൊജക്റ്റ് ഫൈനലി എൻഡ് ആകുമ്പോഴത്തേക്ക് യു ആർ ലൈക്ക് അയ്യോ ഇത് എന്താവുന്നൊക്കെ നമ്മൾ മറന്നു നോക്കി. ഇത് പടം ഹിറ്റോ ഫ്ലോപ്പ് അല്ല, പക്ഷെ വി ഗോട്ട് ഇമോഷണൽ അബൌട്ട് ഇറ്റ്. എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്, എൻ്റെ എന്നല്ല നാട്ടുകാരെല്ലാവരെയും വളരെ ഫേവറേറ്റ് ആയിട്ടൊരു പാട്ടാണ് സാമ്പ്രാണി പെൺതിരി. അതിൻ്റെ അകത്ത് ഇപ്പോൾ അൽവ കണ്ണാളെ എന്നുള്ള മുതലുള്ള പോർഷനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇങ്ങനെ റിപ്പീറ്റഡ്ലി കേൾക്കുന്നു, റീൽസ് വരുന്നു. അപ്പോൾ എനിക്ക് ആ പാട്ടിൻ്റെ ഒരു പ്രോസസ്സിനേക്കാൾ കൂടുതൽ എനിക്ക് അറിയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പാട്ട് ഹിറ്റാവുമ്പോൾ നല്ല മെലഡി ചെയ്താൽ മാത്രം പോരാ, അല്ലെങ്കിൽ നല്ലൊരു അറേഞ്ച്മെൻറ്റോ നല്ലൊരു പ്രോഗ്രാമിങ്ങോ അതിനുണ്ടായാൽ മാത്രം പോരാ. ഒരു ചെറിയ വിഭാഗം ആളുകളെങ്കിലും അതിന് നല്ല ഹുക്ക് വേണം, അല്ലെങ്കിൽ അത് റീൽസിൽ വരണം എന്നുള്ളൊരു ഡിമാൻഡും കൂടി ഉണ്ടാവും. അപ്പോൾ ആസ് എ കമ്പോസർ അല്ലെങ്കിൽ ആസ് എ മ്യൂസിക് സൂപ്പർവൈസർ അങ്കിത്തിൻ്റെ ടീമിനോടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ അങ്ങനെ ഒരു ഹുക്ക്, അതായത് ഈ റീൽസിൽ ഹിറ്റാവുന്നതൊക്കെ വേണം എന്നോ അങ്ങനെ ഒരു ടെൻഷൻ പാട്ട് ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടാവാറുണ്ടോ? അതില്ല. നാച്ചുറലി ഓണസ്റ്റ്ലി എന്താ വരുന്നത് വെച്ചാൽ അത് ഓണസ്റ്റ്ലി റിഫ്ലക്റ്റ് ആവുമെന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണ് ഞാൻ. എനിത്തിങ് ദാറ്റ് യു ഡു ഓണസ്റ്റ്ലി അത് വെൻ പീപ്പിൾ വാച്ച് ഇറ്റ് ഓർ ലിസൺ ടു ഇറ്റ് they will get the same feel is what I feel. അപ്പോൾ ഈ ഹുക്ക് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ഏത് പോർഷൻ ആയിരിക്കും ഹിറ്റാവുന്നതെന്ന് ആ സമയത്ത് നമ്മൾ ചിന്തിക്കാറില്ല. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മേജർലി ഇറ്റ് ഹാപ്പൻസ് നമ്മൾ വൈബ് ചെയ്യുന്ന കൂടുതൽ പോർഷൻസ് ആണ് ഇതുവരെ സംഭവിച്ചത്. നമ്മളിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ അൽവ കണ്ണാലെ പോർഷൻ ആയിരുന്നു ഞാൻ ആ പാട്ടിലും കൂടുതൽ കേട്ടെ ഞാൻ തന്നെ. റിലീസായി കഴിഞ്ഞിട്ട് ഞാനിത് കേട്ടിട്ടില്ല, പക്ഷെ ഐ വാസ് വൈബിങ് ടു ഇറ്റ് മോർ. അപ്പോൾ ഇത് റിലീസ് ആവുമ്പോൾ ആൾക്കാർ ഇത് അതെടുത്തോളൂ. അതെ, അത് അങ്ങനെ തന്നെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ സ്പെസിഫിക്കേഷൻ ഹിറ്റുണ്ടാക്കണം എന്നൊക്കെ അത് അങ്ങനെ ചിന്തിക്കാറ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മുടെ ടീമിലുള്ള ഇപ്പോൾ പലരുടെയും കൂടെ അങ്കിത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ വളരെ എന്താ പറയുക ഒരു പ്രോജക്റ്റിൻ്റെ
ഒരു മേന്മയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പ്രോജക്റ്റ് ഹിറ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ തമ്മിൽ ഈ പറഞ്ഞ പോലെ ഹിറ്റ് അടിക്കുക അല്ലെങ്കിൽ ഭയങ്കര വൈറലടിക്കുക അങ്ങനത്തെ ഒരു ചിന്തയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കമ്പോസറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രഷർ ഒരു മറ്റൊരു സിനിമയുടെ പ്രൊഡ്യൂസറോ ഒരു എഴുത്തുകാരനോ ഒരു സംവിധായകനോ തരുന്നത് എത്രത്തോളം സോങ്ങിൻ്റെ ആ ഒരു ക്രിയേഷനെ ബാധിക്കും അങ്ങനെ ചിന്തിച്ചിട്ടില്ല? ആഗ്രഹങ്ങൾ ഉണ്ടാവും ആൾക്കാരുടെ, നമ്മൾ ചെയ്യുന്ന പാട്ടുകൾ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഹിറ്റാവണം. ഇത് പറയാറുണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. കുറവാണ് എൻ്റെ കൂടെ ഉള്ളവരിത് പറയുന്നത്. ബിക്കോസ് ആസ് എ മേക്കർ യു അണ്ടർസ്റ്റാൻഡ് പറയും. ബിക്കോസ് ചിലപ്പോൾ നമ്മൾ ബിക്കോസ് ഓഫ് ഷോർട്ടേജ് ഓഫ് വേർഡ്സ് മേ ബി വിൽ സേ എടാ ഹിറ്റ് ഉണ്ടാക്കണേ അടിപൊളിയായിരിക്കണം എന്ന്. പക്ഷേ യു ഗെറ്റ് ദി ഇന്റൻഷൻ അത് അവർ ഹിറ്റ് ഉണ്ടാക്കാനല്ല, പക്ഷേ ഇത് ജസ്റ്റ് എടാ അടിപൊളിയായിട്ടൊന്ന് ചെയ്താൽ മതി എന്നാണ് ഇൻറ്റൻഡ് ചെയ്യുന്നത്. ബിക്കോസ് ഹിറ്റ് ഉണ്ടാക്കുന്നത് നമുക്കറിയില്ല അത്. പക്ഷേ നമ്മൾ അത് വെൻ യു ഗെറ്റ് ഇറ്റ് യു മേക്ക് ഇറ്റ് ഇഫ് യു ലൈക്ക് ലിസ്ണിംഗ് ടു ഇറ്റ്. Because more than a creator we are also consumer. We understand the amount of songs that we make is minuscule in terms of the amount of songs we listen to or get exposed to. We are more of a consumer. അപ്പോൾ അങ്ങനെ ആകുമ്പോഴും വി അണ്ടർസ്റ്റാൻഡ് ഓക്കെ നമ്മൾ ഇഫ് യു ആർ വൈബിങ് ടു അവർ ഓൺ സോങ്സ് ആൻഡ് ദെൻ ആളുകൾ എടുക്കും. പിന്നെ അതിനെ കാട്ടി ഉപരി ഇഫ് ഇറ്റ്സ് സൂട്ടിങ് ദ സീൻ, ചില പാട്ടുകൾ ഇറ്റ്സ് നോട്ട് മെൻ ടു ബി വൈബിങ്ങിനോ അല്ലെങ്കിൽ വൈറലോ. അതെ അത് അങ്ങനെ ആ ഇൻറ്റൻറ്റ് കൂടി ഉണ്ടാക്കിയതല്ല ആ പാട്ട്. പക്ഷെ അത് സീൻ അടിപൊളിയായിട്ട് ഈ പാട്ടിൽ ജോണറിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ അപ്പോൾ ഐ തിങ്ക് ദാറ്റ് ഇസ് ദ ഫോർമാറ്റ്. ഇനി ആ സിനിമ അല്ലെങ്കിൽ ആ സീൻ ഭയങ്കരമായിട്ട് വൈറൽ ആകുമ്പോൾ ദാറ്റ് സോങ് വിൽ ഓട്ടോമാറ്റിക്കലി പീപ്പിൾ വിൽ സ്റ്റാർട്ട് ലൈക്കിങ് ഇറ്റ് ബിക്കോസ് ദേ ഹാവ് നൗ എ കോണ്ടെക്സ്റ്റ് ടു ദ സോങ് ഓർ ദി ആർട്ട്. എങ്ങനെ വെച്ചാൽ ആ കോണ്ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പീപ്പിൾ വിൽ ലിസൺ ടു മേ ബി ദാറ്റ് ബിക്കംസ് എ ന്യൂ ട്രെൻഡ്. ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഭയങ്കര ഹിറ്റായ ഒരു പ്രോജക്റ്റാണ് ഗുരുവായൂർ അമ്പലനടയിൽ. അപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ ഓരോ ട്രാക്കിനും ഓരോ പേരിട്ട്, ഇപ്പോൾ K4 കുരുക്ക്, K4 കല്യാണം, K4 കബറടക്കം. അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ ആ സിനിമയിൽ എങ്ങനെ വന്നത്? ഈ പറഞ്ഞ പോലെ പേര് വരണം ആ പാട്ടിന്, ആ പേര് പോലെ തന്നെ പാട്ട് വരണം. സാധാരണ ഒരു പാട്ടിനെ നമ്മൾ ടൈറ്റിൽ വെച്ചിട്ടാണല്ലോ പാട്ടുകൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ ഗുരുവായൂർ അമ്പലനടയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ പാട്ടുകളുടെ പേരുകൾ വെച്ചിട്ടാണ്, ഐ മീൻ ഒരു പ്രത്യേക പേരുണ്ട് പാട്ടിന്. അപ്പൊ അങ്ങനെയുള്ള കൺസെപ്റ്റ് ഒക്കെ എങ്ങനെയാ? അല്ല, ഇനീഷ്യലി അങ്ങനെ ഇല്ലായിരുന്നു. നമ്മൾ പാട്ടുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ പാട്ടുകൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞ എല്ലാ വെച്ച് ഉണ്ടായിരുന്നു. ഇപ്പൊ കബറടക്കമാണ് അതിൽ എല്ലാം ഹുക്ക് പോർഷൻസ് അല്ലെങ്കിൽ മേജർ പോർഷൻസിൽ വേർഡിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇത് വിപിൻ നോക്കിയിട്ട് പറഞ്ഞു, എടാ നമുക്ക് ഫസ്റ്റ് സോങ് K4 കൃഷ്ണ മനസ്സിലുണ്ടായിരുന്നു. എന്നാ പിന്നെ എല്ലാം വെച്ച് തുടങ്ങിയാലോ, എല്ലാം വെച്ചുണ്ടോ? ഉണ്ടോ, നമുക്കത് K4 കബറടക്കം ചെയ്യാം. K4 ഈ ഐഡിയ വരുന്ന അവിടെ നിന്ന് ഇത് എന്തായാലും സോങ്സിന്റെ പിന്നെ ഇറ്റ് വിൽ ബി എ ന്യൂ പാറ്റേൺ. അപ്പോൾ ഈ ഐഡിയ അവിടെ നിന്നാണ് വരുന്നത്. പക്ഷേ ഈ സോങ്സിൽ നാച്ചുറലി വെച്ച എലിമെന്റ് ഇത് പ്രീ ഡിസൈഡഡ് അല്ലായിരുന്നു. K4 കബറടക്കം വെച്ച് ഒരു പാട്ടെന്ന കബറടക്കം ചെയ്യാം, അങ്ങനെയല്ല. അത് വന്നു കഴിഞ്ഞിട്ട് എല്ലാത്തിനും നോക്കിയപ്പോൾ ഒരു എലിമെന്റ് ഓഫ് ഇസ് ദെയർ ഇൻ എവറി സോങ്. അപ്പോൾ അത് എൻഹാൻസ് ചെയ്യാന്ന് മാത്രം. ഓക്കെ, അത് എന്നാ ഇങ്ങനെ എഴുതി റിലീസ് ചെയ്യാന്ന് മാത്രമായിരുന്നു എന്നിൽ തീരുമാനിച്ചത്. ഇത് ഫസ്റ്റ് ഇറങ്ങിയ K4 കല്യാണമായിരുന്നു സോങ്, ഐ തിങ്ക്. പിന്നെ അതായിട്ടാണ് K4 കൃഷ്ണ വന്നത്. അല്ലേ? അതും കഴിഞ്ഞ് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞ ആളുകളുടെ റിക്വസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു 1.5 വേർഷൻ. അതെ, പുതിയതായിരുന്നു ഞങ്ങൾക്ക്. ഇതിന്റെ എല്ലാവരും 1.5x കേട്ടുകൊണ്ടിരിക്കുക ആ പാട്ട്. പക്ഷെ നമ്മൾ അതിന്റെ ഒരു ഫാസ്റ്റർ വേർഷൻ സിനിമയ്ക്ക് വേണ്ടി ഓൾറെഡി ഉണ്ടാക്കിയായിരുന്നു. ആ ഫൈറ്റ് നടക്കുമ്പോൾ ആ ഏരിയ സ്കോറിൽ K4 കൃഷ്ണയുടെ ഒരു സ്പെഡ് അപ്പ് ഒരു ഒരു സോങ് ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ ഞങ്ങൾ അത് 1.5x ഒന്നും ആക്കിയില്ല. നമ്മൾ ആ ഫാസ്റ്റർ വെർഷൻ മാത്രമാണ് റിലീസ് ചെയ്തത്. അങ്ങനെ കുറച്ച് അടിപൊളി. എന്തായാലും നമ്മളിപ്പോൾ ഈ ഒരു മിസ്ഫിറ്റ്സിൻ്റെ ഈ ഒരു എപ്പിസോഡിൻ്റെ നമ്മളിങ്ങനെ അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്കും എനിക്ക് അങ്കിത്തിൻ്റെ സുഹൃത്തുക്കളും, അതിപ്പോൾ പാർവതീഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്കിത്തുമായിട്ട് നേരിട്ട് ഇപ്പോൾ ആർക്കാഡോ ആയിക്കോട്ടെ, ഇവരൊക്കെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്കിത്ത് തരുന്നൊരു സ്നേഹവും സൗഹൃദവും ഒക്കെ ഇവരെല്ലാവരും പറയാറുണ്ട്. അപ്പോൾ എനിക്കറിയാം അങ്കിത്തിന് സൗഹൃദം എത്രത്തോളം വലുതാണെന്ന് ഞാൻ സുഹൃത്തുക്കളെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ നേരിട്ട് കേൾക്കണമല്ലോ. അതായത് ഇപ്പോൾ അത് നമുക്ക് വിപിൻ ദാസ് എന്നുള്ള സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞ് നമുക്ക് തുടങ്ങിയിട്ട് സൗഹൃദം, അതായത് സൗഹൃദത്തെ എത്രത്തോളം വിലമതിക്കുന്നു, എങ്ങനെയാണ് സൗഹൃദത്തെ നോക്കിക്കാണുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. വെറുതെ ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി ഫ്രണ്ട്സ് ഉണ്ടാക്കാറില്ല. once you form that bond remains. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഇപ്പോഴും ആദ്യത്തെ ഫ്രണ്ട്, ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ ഒരു
ഫ്രണ്ട് ഈസ് ഓൾസോ മൈ ഫ്രണ്ട് റൈറ്റ് നൗ. അപ്പോൾ ഞങ്ങളിപ്പോഴും ഡെയിലി സംസാരിക്കും. അങ്ങനെ ഇപ്പോൾ എൻ്റെ കൂടെ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയവരും ഇപ്പോഴും എൻ്റെ കൂടെ ദേ ആർ വർക്കിംഗ്. സോ ഐ മേഡ് ഷുവർ കി പീപ്പിൾ അറൗണ്ട് മീ ദേ ഡോണ്ട് ചേഞ്ച്. Of course, you can then, if once you have the power, you can just give them wings to fly and then let them do their thing and make a similar ഈ പാറ്റേൺ സിമിലർലി അവർ ഫോളോ ചെയ്യാം, ചിലപ്പോൾ ചെയ്യുമായിരിക്കും. പക്ഷേ ആ ബോണ്ട്സ് ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ വിപിൻ ദാസ് ആയാലും ഇനി ചോദ്യങ്ങളൊന്നും ഇല്ല എന്നുവെച്ചാൽ ഇത് നീ ചെയ്യാണോ, ഓക്കെ എന്നാൽ കൂടെ ഉണ്ട്. അങ്ങനെ ഇപ്പം അതിന് എന്തായിരിക്കും അതിൻ്റെ ഇൻട്രിക്കസീസോ അത് അങ്ങനെയല്ല, ഇംപ്ലിക്കേഷൻസ് അങ്ങനെയല്ല. ഐ തിങ്ക് മോർ ദാൻ ഇപ്പം ഫിലിംസ് സ്ക്രിപ്റ്റിനെ കാട്ടി കൂടുതൽ ഐ ബിലീവ് ഇൻ മേക്കേഴ്സ്. ഏത് പൊട്ട സ്റ്റോറി ആണെങ്കിലും ഇഫ് ഇത് പറയുന്ന ആൾ അടിപൊളിയാണെങ്കിൽ ആ സ്റ്റോറി കേൾക്കാൻ ഭയങ്കര രസമുണ്ടാവും. അപ്പോൾ ഇറ്റ്സ് നോട്ട് ദ സ്റ്റോറി, ഇറ്റ്സ് ദ സ്റ്റോറി ടെല്ലർ ദാറ്റ് മേക്സ് എ ഡിഫറൻസ് ഇസ് വാട്ട് ഐ ഫീൽ. സോ ഇറ്റ്സ് നോട്ട് ദ പ്രൊഡക്റ്റ്, ഇറ്റ്സ് ദ ടീം ദാറ്റ് മാറ്റേഴ്സ്. അപ്പോൾ ഇനി അവർ എന്ത് ചെയ്താലും ഓക്കെ വിപിൻ ഈസ് വെരി ക്ലോസ് ടു മീ. അപ്പോൾ പുള്ളി ഇനി ഏത് പടം എടുത്താലും ഇത് ഞാൻ ചിലപ്പോൾ പറയാനുള്ളൂ വേറെ ആർക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് അടിപൊളിയായിരിക്കാൻ. പക്ഷേ ഇറ്റ്സ് ദ കംഫർട്ട്. അപ്പോൾ എന്താ വെച്ചാൽ പറയാം, ഇറ്റ്സ് നോട്ട് നമ്മൾ വർക്കിനെ പറ്റിയല്ല ഡെയിലി സംസാരിക്കുന്നത്, വി ടോക്ക് അബൌട്ട് ലൈഫ്. അതിൻ്റെ ഒരു ഭാഗമാണ് വാട്ട് വി ആർ ഡൂയിങ്. അപ്പോൾ അങ്ങനെ പിന്നെ പാർവതീഷ്, ആർക്കേഡോ, ഇലക്ട്രോണിക്കലി, ബാക്കി എൻ്റെ കൂടെയുള്ള അശ്വിൻ, അപ്പോൾ ഇവരൊക്കെ ഫസ്റ്റ് മീറ്റ് ചെയ്തോട്ട് ഇപ്പോഴും ഉണ്ട്, ഇനിയും ഉണ്ടാവും. ഇറ്റ്സ് ജസ്റ്റ് ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി വെയർ ഐ കുഡ് പുഷ് ഇത് ആസ് എ സൂപ്പർവൈസർ എടുത്തിട്ട്. അതുകൊണ്ട് ഐ ഡിഡ്ന്റ് മൈൻഡ് അറ്റ് ഓൾ ടേക്കിംഗ് എ റോൾ. സിമിലർലി ഇനി ആൾക്കാർ ഇവരുടെ കൂടെ കൂടണം, ഞങ്ങളുടെ കൂടെ വരണം എന്ന് ആഗ്രഹമുണ്ട്. ന്യൂ പീപ്പിൾ, ന്യൂ ഫേസസ്, ന്യൂ ടാലൻറ്റ്സ്. ഒരു സമയം കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ഫൺ ടു വാച്ച് ദം ഓൾ ഡു ഒരുമിച്ച് പടങ്ങൾ ഇറങ്ങുന്നതും അല്ലെ. ഇറ്റ്സ് ജസ്റ്റ് ഫൺ. ഇത് ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ ഐ ഗെറ്റ് എ ലിറ്റിൽ ഗൂസ് ബംസ്. നൈസ് 5 years down the line, 7 years, if we are still relevant, I hope we are. പക്ഷെ അങ്ങനെയാണെങ്കിൽ ബി ഫൺ, ന്യൂ പീപ്പിൾ അറൗണ്ട് ന്യൂ ഐഡിയാസ്. അത് അപ്പോൾ ഐ തിങ്ക് ഫ്രണ്ട്ഷിപ്പ് ഈസ് എവറിത്തിങ്. വൺസ് യു മേക്ക് എ ബോണ്ട്, മേക്ക് ഷുവർ യു കീപ് ദാറ്റ് ബോണ്ട്. അല്ലെ അത് വെറുതെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ യു കീപ് ദാറ്റ് ബോണ്ട്. ഫ്രണ്ട് എന്നുള്ള വാക്കിനൊരു വില ഉണ്ടാവണം. ആ വില മാത്രം സൂക്ഷിച്ച് അത് വെക്കുക, അങ്ങനെ വെക്കുക. ഒരുപാട് സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിലും. ഈ പറഞ്ഞ പോലെ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഇരിക്കാമെന്ന് പറയുന്നു, തിരക്ക് അതിൻ്റെ ഇടയിൽ വരുന്നു, എന്താ പറയുക പ്രോജക്ട്സിൻ്റെ ഓരോരോ വർക്കുകൾ നടക്കുന്നു. അപ്പോൾ ഈ തിരക്കുകൾ ഉണ്ടായിട്ട് അല്ലെ ഈ പറഞ്ഞ പോലെ ഓട്ടത്തിനിടയ്ക്കും ഓടി ഇങ്ങോട്ട് വന്ന ആ ഒരു സീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ എന്താ പറയണേ, എനിക്ക് അങ്കിത്തിൻ്റെ അടുത്ത് പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ കൂടെ ഉള്ളവരെ പുഷ് ചെയ്യുന്ന ഈ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞ, ഇപ്പോൾ നമ്മളിവിടെ അധികം കേട്ടിട്ടില്ലാത്തൊരു ടേം കയ്യിൽ വെക്കുന്നതിനാണ് മ്യൂസിക് കമ്പോസർ എന്നുള്ളതിൽ എനിക്ക് വളരെ ഇഷ്ടമുണ്ട് കേട്ടോ. ഞാൻ ഇഷ്ടമില്ലെന്നല്ല പറഞ്ഞു, പക്ഷേ മ്യൂസിക് സൂപ്പർവൈസർ എന്നുള്ള ആ ഒരു ഡെസിഗ്നേഷൻ കയ്യിൽ വെക്കുന്നതിനോട് എനിക്ക് വലിയ സ്നേഹമുണ്ട്. കാരണം നമ്മൾ പലയിടത്തും ക്രെഡിറ്റ്സ് മുഴുവൻ പലർക്കും കൊടുക്കുന്നത് കാണാറില്ല. നമ്മൾ ഇപ്പോൾ എ റഹ്മാൻ സാറിൻ്റെയൊക്കെ പാട്ടുകൾ ക്രെഡിറ്റ്സ് നോക്കിയിട്ട് നമ്മൾ പറയും അത് കൊള്ളാട്ടെ, ആ ചെറിയ ബിറ്റ് അവിടെ ചെയ്ത ആളുടെ പേര് കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ക്രെഡിറ്റ്സ് കൊടുക്കുന്നതിൽ വലിയ വില കാണുന്ന, സൗഹൃദങ്ങൾക്ക് വലിയ വില കാണുന്ന, സ്നേഹത്തിന് വലിയ വില കാണുന്ന അങ്കിത്തിൻ്റെ ആ ഒരു ജോലികൾ കലക്കനായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. താങ്ക് യു.